ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ മാനസിക ആരോഗ്യം ഉള്ളവരെക്കാൾ കൂടുതൽ ഞങ്ങൾ പ്രൊഫഷണലി പരിചയപ്പെട്ടിരിക്കുന്ന മനസ്സിന്റെ ആരോഗ്യം കുറഞ്ഞ ആൾക്കാരെ. അപ്പോൾ അതൊരു അതിശയോക്തി അവർക്ക് പറയുന്നതല്ല. ഈ മാനസികാരോഗ്യം കുറഞ്ഞിട്ടുള്ള ആൾക്കാർ തന്നെയാണ് സമൂഹത്തിന് കൂടുതൽ സംഭാവനകൾ നൽകിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതൊരു വൈരുദ്ധ്യമായിട്ട് തോന്നാം. പക്ഷെ നമ്മൾ ചരിത്രത്തിന്റെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, നമ്മൾ നോർമലായിട്ട് ജീവിച്ചു വന്നു കഴിഞ്ഞാൽ പരമാവധി സർഗക്ഷേത്രയുടെ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാം എന്നുള്ളതാണ് മാക്സിമം. എല്ലാവരും മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലാവുമായിരിക്കും. ഈ നോർമൽ അല്ലാതെ ചിന്തിക്കുകയും നോർമൽ അല്ലാതെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്, അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ജീസസ് ക്രൈസ്റ്റ് നോർമലായിരുന്നു. നമ്മുടെ DSM-5 അനുസരിച്ച് യേശു ക്രിസ്തുവിന് നല്ല ഒന്നാമതിന് ഡയഗ്നോസിസ് ഒക്കെ നമ്മൾ കൊടുക്കും, അല്ലേ? 12ാമത്തെ വയസ്സിൽ വീട്ടിലെ അപ്പൻ്റെ അമ്മയുടെ പിടി വിട്ടുപോയി എവിടെയൊക്കെ കറങ്ങി നടന്നു. അന്ന് നിലവിലിരുന്ന ആൾക്കാരും എല്ലാമായിട്ട് കലഹിച്ചു. അവസാനം അവര് ഒരു റിബലിനെ പോലെ ഇപ്പൊ നമ്മളതിന്റെ നോമ്പൊക്കെ എടുത്തോണ്ടിരിക്കുക, അതിലേക്കുള്ള ഒരു കണ്ണപ്പാണ്. നോർമലായിരുന്നോ? ഞാൻ ജോബിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് നന്നായിരുന്നു, രക്ഷപ്പെട്ടു. ജോൺ ദ ബാപ്റ്റിസ്റ്റ് നോർമലായിരുന്നു. മഹാത്മാഗാന്ധി ബാരിസ്റ്ററായിട്ട് ജോലി നേരെ ലോ പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു വക്കീലാകുന്നതിന് പകരം ജോലി നേരെ തുണി കൊടുക്കാതെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ മുമ്പിലൊക്കെ ചെന്ന് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തത് നോർമലായിരുന്നു. അപ്പം ഈ നോർമലായിട്ടുള്ള ആൾക്കാരെക്കാളും പലപ്പോഴും ഈ ചരിത്രത്തിലൊന്നും അല്ലെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ നോർമൽ അല്ലാത്ത ആൾക്കാരെ കൊണ്ടാണ് മനുഷ്യന് പ്രയോജനമുള്ളത്. ഞാൻ പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോകുമ്പം ഒരു 3-4 പേര് ഒരു ഗ്രൂപ്പായിട്ട് ആലപ്പുഴയ്ക്ക് പോകും. അപ്പോൾ ഈ പള്ളമൊക്കെ കഴിഞ്ഞ് ഒരു വഴിക്ക് രാവിലെ 7:15-7:30 ആയ സമയത്ത് ഞങ്ങളുടെ കാറ് പഞ്ചറായിട്ട് അവിടെ കിടക്കുക. 3-4 കൊള്ളാവുന്ന ആൾക്കാരൊക്കെ അതിനകത്തുണ്ടെങ്കിൽ വാർപ്പ് ഈ സ്റ്റെപ്പിനി ടയർ ഊരി പഞ്ചർ മാറ്റിടാൻ അതിനുള്ള ഒരു കഴിവ് പഠിപ്പിച്ചിട്ടില്ല മെഡിക്കൽ കോളേജിൽ. അതുകൊണ്ട് ഇങ്ങനെ അന്തം വിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്കിന് നോർമലായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അതിലേ കടന്നു പോകുന്നുണ്ട്. കാറിലൊക്കെ നമ്മളെ കണ്ടില്ല എന്നുള്ള മട്ടില് നമുക്കറിയാൻ കണ്ടു എന്നുള്ള കാര്യം. പക്ഷെ അവരൊക്കെ തിരക്ക് പിടിച്ച് അവരുടെ വഴിക്കൊക്കെ പോവുക. അവസാനം അവിടെ രാവിലെ 2 നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ 2 അണ്ണന്മാർ അവരെ അതുവഴി ഒരല്പം ആടിയൊക്കെയാണ് വരുന്നത്. അവരല്പം നടത്തിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എന്താ സാറന്മാരെ പ്രശ്നം? ഒരു മാഡം ഉണ്ട്, മാഡം ഉണ്ട് പറഞ്ഞത് വണ്ടി അതിപ്പോൾ ഇപ്പം സ്റ്റെപ്പിനെ ഉണ്ടോ, അതിപ്പോൾ ശരിയാക്കി തരാമെന്നും പറഞ്ഞൊരു 10 മിനിറ്റ് കൊണ്ട് അതെല്ലാം മാറ്റിയിട്ടു. അവര് വ്യക്തമായിട്ടും അവരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി അവർ നല്ല ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ഉള്ള ആൾക്കാരാണ്. രാവിലെ കൈ വിറയ്ക്കാതിരിക്കാൻ വേണ്ടി വിറയ്ക്കുന്നുണ്ടായിരുന്നത് മാറ്റിയപ്പോഴും അവരടുത്ത സ്ഥലത്ത് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ്. ഞങ്ങളാരും വ്യക്തിപരമായിട്ട് പരിചയമുള്ളവരല്ല. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒഫ്താൽമോളജിയുടെ പ്രൊഫസർ, വളരെ സീനിയർ റെസ്പെക്റ്റഡ് ഒഫ്താൽമിക് സർജൻ, പുള്ളിക്കാരത്തി ഒരു 100 രൂപ എടുത്ത് അവർക്ക് കൊടുത്തൊരു. അപ്പോൾ അത് അവരുടെ പ്രതികരണം, എൻ്റെ പൊന്നു മാഡം ഞങ്ങളെ ഇങ്ങനെ അവഹേളിക്കരുത്. നിങ്ങളുടെ ഈ കാറിലെ ഡോക്ടർ എംപ്ലോം ഒക്കെ കണ്ട് നിങ്ങൾ ആശുപത്രി രാവിലെ പോകുന്നതാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു സഹായം ഞങ്ങൾ ചെയ്തു തന്നതിന് ഈ 100 രൂപ എന്ന് ഞങ്ങളെ ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർ പോയി. അപ്പം ഞങ്ങളുടെ ഡയഗ്നോസ് അനുസരിച്ച് അവർ നോർമൽ അല്ല, ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ആണ്, രാവിലെ ഏർലി മോർണിംഗ് ഡ്രിങ്കിങ്ങിന് പോകുന്നതാണ്. അപ്പം തിരിച്ചു പോയി കുറേ സമയം കാറിനകത്ത് നിശബ്ദതയായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മാഡം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം മുഴുവൻ ഈ കള്ളു കുടിക്കുന്നവരെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് ആലപ്പുഴ വരെ പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി പറയും, ഞാൻ ഇവർക്കൊക്കെ ഡേറ്റ് ഉണ്ടെങ്കിലും മനഃപൂർവ്വം 1 മാസം കഴിഞ്ഞ ഡേറ്റ് കൊടുക്കുള്ളൂ, അതിന് കള്ളു കുടിച്ചിട്ട് വന്നേക്കുക എന്നൊക്കെ പറയും. ഒരു 10-15 മിനിറ്റ് സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം മാഡം പറഞ്ഞു, ഇന്ന് മുതൽ എല്ലാവർക്കും ഞാൻ ഏർലി ഡേറ്റ് കൊടുക്കും. ഡിപ്പെൻഡൻസ് ഉള്ളത് ഇവിടെത്തോളം നല്ല മനുഷ്യരില്ല എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ ഈ മഹാത്മാഗാന്ധിയുടെയോ അല്ല ഡോസ്റ്റോവസ്കിയുടെയോ വിൻസെന്റ് വാൻ ഗോഗിന്റെയോ ഒക്കെ അവരുടെയൊക്കെ അപഭ്രംശങ്ങളൊക്കെയാണ് അവരെ വ്യത്യസ്തരാക്കിയെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്ന നോർമൽ അല്ലാത്ത ആൾക്കാരും തീർച്ചയായിട്ടും വളരെ നല്ല മനുഷ്യരാണെന്നും അവരെ മനുഷ്യരാശിക്കൊക്കെ കൂടുതൽ നമ്മളെക്കാളും ഒക്കെ ഈ മാന്യന്മാരെക്കാളും കൂടുതൽ പ്രയോജനങ്ങൾ അവരെ കൊണ്ട് കിട്ടുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായപ്പം എൻ്റെ
ഗുരുനാഥനായ പ്രൊഫസർ ജെയിംസ് ടി ആന്റണി സാർ, അദ്ദേഹവും സൈക്യാട്രിയിൽ നിന്ന് പ്രിൻസിപ്പലായിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാനൊരു അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ മേടിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഫോൺ വിളിച്ചു. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലേറ്റ് 80s പക്ഷെ വളരെ വിശദമുള്ള ഒരു മനുഷ്യനാണ്. തൃശ്ശൂർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത് തൃശ്ശൂർ വിശ്രമ ജീവിതം നയിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് കുഴപ്പമില്ല, കാരണം ഒ പിന്ന് മാറി പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലിരുന്നാലും ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഒ പിയിലിരിക്കുമ്പോൾ ചീട്ട് എടുത്തോണ്ട് ആൾക്കാർ വരും, പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ ഇരിക്കും ചീട്ട് എടുക്കാതെ ആൾക്കാർ വരുന്ന പ്രശ്നമില്ല, ഒന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഒരേപോലെ അതിനെ കണ്ടാൽ മതി, ഒരു പേഷ്യൻറ്റിനെ കാണുന്ന പോലെ കണ്ടാൽ മതി അവിടെ വരുന്ന കുഴപ്പക്കാരെയൊക്കെ എന്നുള്ള ഒരു അല്പം കളിയായിട്ടും കാര്യമായിട്ടും പറഞ്ഞാണ്. പക്ഷെ ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അത് സ്റ്റുഡൻസ് ആണെങ്കിലും ഫാക്കൽറ്റി ആണെങ്കിലും ഒക്കെ പല പ്രശ്നങ്ങളുമായിട്ട് വരുമ്പം ഇതൊരു ഗൈഡിങ് ആയിട്ട് മനസ്സിൽ നിൽക്കും. അപ്പം നമ്മൾ ഈ അബ്നോർമാലിറ്റിയും ഒക്കെ എപ്പോഴാണ് ഒരാൾ നോർമലാണെന്നോ അബ്നോർമലാണെന്നോ ഒക്കെ നിർണ്ണയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ക്ലേശകരമായ ഒരു കാര്യമാണ്. മറ്റേ രോഗങ്ങളെ ഇപ്പം ഡോക്ടേഴ്സ് രോഗം എന്ന് അതിന് പേരിട്ടിരിക്കുന്നത്, മറ്റു ഡോക്ടേഴ്സും ഒക്കെ ഇതിനകത്തുണ്ട്, വളരെ ഞാൻ മുഖം കാണുന്നുണ്ട്. താരതമ്യേന എളുപ്പമാണ് മറ്റേ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഡയഗ്നോസിസ്, കാരണം അതിന് വ്യക്തമായിട്ടുള്ള ചില ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഉണ്ട്, ചില സ്കാൻ ഫൈൻഡിങ്സ് ഉണ്ട്. അല്ലെ അത് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് കാണുകയും ഇൻസ്പെക്ട് ചെയ്യുകയും പാൽപ്പേറ്റ് ചെയ്യുകയും പോസ്റ്റൽട്ടേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് മനസ്സിലാക്കാവുന്ന, കണ്ട് നമുക്ക് വളരെ ദൃശ്യമായിട്ട് വളരെ കോൺക്രീറ്റ് ആയിട്ട് മനസ്സിലാക്കാം ഇത് നോർമലാണ് ഇത് അബ്നോർമലാണെന്നുള്ള കാര്യം. പക്ഷേ മാനസികാരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ചിന്ത, ഒരാളുടെ വൈകാരിക സ്ഥിരത, അല്ലെ ഒരാളുടെ പെരുമാറ്റവും പ്രതികരണവും ഒക്കെ നോർമലാണോ എന്ന് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടും വളരെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മളിവിടെ ഇരിക്കുമ്പം ഭാര്യഭർത്താക്കന്മാരായിട്ടുള്ള വന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, ഇങ്ങോട്ട് വരുന്നതിന് അരമണിക്കൂർ മുമ്പേ വീട്ടിൽ വെച്ചുള്ള പെരുമാറ്റങ്ങളൊക്കെ പോലെയാണോ ഇപ്പം ഇവിടെ വരുമ്പോൾ പെരുമാറും? ആണോ? അല്ല. അവിടെ വരുമ്പോഴത്തേനും എവിടെ വണ്ടിയുടെ കീ എവിടെ, അടുക്കളയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും അവിടുത്തെ ലൈറ്റ് ഓഫാക്കിയോ മോട്ടറോ, ഇതിൻ്റെയൊക്കെ പേരിൽ വലിയൊരു ലഹളയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ജസ്ലിനെ വളരെ തിരിയുന്നുണ്ട്. ജസ്ലിൻ്റെ വിചാരം ഞാൻ വളരെ മാന്യനായ ഒരു വ്യക്തിയാണെന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സ്പേസിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങളൊന്നും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു രോഗാതുരത കണ്ടുപിടിക്കാൻ തന്നെ വലിയ പ്രയാസമാണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ അംഗീകരിച്ചുകൊണ്ട് വേണം ഇതിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ. ഈ മാനസികാരോഗ്യത്തിൻ്റെ അളവുകൾ ഇപ്പം സമീപകാലത്തായിട്ട് വലിയ ഒരു മുൻഗണനയിലേക്ക് വന്നിട്ടുണ്ട്. ലോകരാജ്യങ്ങളുടെ ഒക്കെ വികസനത്തിൻ്റെ ഒരു മാനദണ്ഡം, ഇപ്പം നമുക്കിവിടെ നിങ്ങളൊക്കെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. പൊതുവെ ഒരു രാജ്യം പുരോഗതി നേടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ മാനദണ്ഡം എന്താ പലപ്പോഴും അതിൻ്റെ GDP, അല്ലേ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എത്രയാണ്, അല്ലെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണ്, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഓവർ ദ ലാസ്റ്റ് 1.5 ഡെക്കേഡ്, കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് ഇതിനേക്കാളും പ്രധാനപ്പെട്ട ചില മാപിനികൾ, ചില ഇൻഡീസസ് ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ വെൽബീയിങ് ഇൻഡെക്സ്, മനുഷ്യര് സമാധാനമായിട്ടാണോ സന്തോഷമായിട്ടാണോ, വെൽബീയിങ് കൺസെപ്റ്റ് വളരെ ശക്തമായിട്ട് ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പം ഇക്കണോമിക്സിലൊക്കെ നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ള കഴിഞ്ഞ കുറേ വർഷത്തേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇക്കണോമിക്സിന്റെ മാത്തമാറ്റിക്സിലല്ല, ഇക്കണോമിക്സ് മനുഷ്യന്റെ പെരുമാറ്റവുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, മനുഷ്യന്റെ വെൽബീയിങ്ങുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ അതിന്റെ കഴിഞ്ഞ കുറച്ച് സീരീസ് ഓഫ് നൊബേൽസ് അവാർഡ് ഫോർ റിസർച്ച് ഓർ അഡ്വാൻസസ് ഇൻ ദോസ് കൈൻഡ് ഓഫ് ഏരിയാസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം ഒരുപാട് യൂണിവേഴ്സിറ്റികളൊക്കെ, കൊളംബിയ യൂണിവേഴ്സിറ്റി, മയോ ക്ലിനിക്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അക്കാഡമിക് സ്ഥാപനങ്ങൾ ഈ വെൽബീയിങ് ഇൻഡെക്സിൽ ഒക്കെ വളരെയധികം പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. വായിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അവിടെ അവർ കണക്കാക്കുന്നത് 5 പാരാമീറ്റേഴ്സ് നോക്കുന്നുണ്ട്. ഒന്ന് ശാരീരികാരോഗ്യത്തിൻ്റെ മാപനങ്ങൾ നമുക്കറിയാം. ലൈഫ് എക്സ്പെക്ടൻസി, മനുഷ്യൻ്റെ ജീവിത ദൈർഘ്യം ഇപ്പം നമ്മുടെ കേരളത്തിൽ എത്രയാണ്? ഏതാണ്ട് 75, സ്ത്രീകളിൽ 2-3 വർഷം കൂടെ കൂടുതൽ, 78,
മോസ്റ്റ് ഓഫ് ദി ഫീമെയിൽസ് ഔട്ട് ദി മെൻ 2-3 വർഷം കൂടുതൽ അവർ ശരാശരി ജീവിക്കാൻ സാധ്യതയുണ്ട്. അത് അതിന്റെ പ്രൊജക്ഷൻ 2050 പോകുന്ന ഇറ്റ് മേ റീച്ച് അപ് ടു ഈവൻ 100 years. പലരും 100 സെഞ്ചുറി അടിക്കും ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ. അപ്പം തീർച്ചയായിട്ടും കാര്യം അങ്ങനെയാണ് അതിന്റെ പ്രൊജക്ഷൻസ് പോകുന്നത് ശാസ്ത്രീയമായിട്ടുള്ള കണക്കുകളൊക്കെ അനുസരിച്ച്. അപ്പം അങ്ങനെ വരുന്ന ലൈഫ് എക്സ്പെക്ടൻസി, മോർട്ടാലിറ്റി റേറ്റ്, ബർത്ത് റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് വേണ്ട, അങ്ങനെയുള്ള ഹെൽത്തിൻ്റെതായ പാരാമീറ്റേഴ്സ് ആണ് ഒന്നാമത്തെ ഒരു ക്രൈറ്റീരിയ. രണ്ടാമത്തേത് വരുന്നത് വെൽത്ത് തന്നെയാണ്, നമ്മുടെ സാമ്പത്തിക സ്ഥിതി. മൂന്നാമത്തത് നമ്മുടെ വിദ്യാഭ്യാസമാണ്, എഡ്യൂക്കേഷൻ, പ്രാഥമിക വിദ്യാഭ്യാസത്തിലോ അതിനുശേഷമുള്ള വിദ്യാഭ്യാസം. നാലാമത്തതില് ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ഒരു രാജ്യത്ത് കുറെ ശതകോടീശ്വരന്മാരുണ്ട്, പക്ഷെ അതിദരിദ്രന്മാരും ഉണ്ടെങ്കിൽ ആ പാരാമീറ്ററിൽ അവർ പുറത്തോട്ട് പോകും. ഏറെക്കുറെ സമീകൃതമായ രീതിയിലുള്ള സമ്പത്തിന്റെ വിതരണം, സമ്പത്തിന്റെ മാത്രമല്ല ജീവിത സൗകര്യങ്ങളുടെയും മറ്റ് അവസരങ്ങളുടെയും ഒക്കെ ഒരു ലെവൽ, ഏറെക്കുറെ ഒരു ലെവൽ പ്ലേ ഗ്രൗണ്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഇക്വിറ്റി എന്നുള്ള കൺസെപ്റ്റ്. ക്വാളിറ്റി അല്ല, ഇക്വിറ്റി. അഞ്ചാമത്തേത് കമ്മ്യൂണിറ്റി കണക്റ്റഡ്നെസ്. ഒരാൾ ഒരു സമൂഹത്തിൽ എത്രമാത്രം ആ സമൂഹത്തിൻ്റെതായ മെയിൻ സ്ട്രീമിലേക്ക് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ള കമ്മ്യൂണിറ്റി കണക്റ്റഡ്നെസ്. അപ്പൊ ഈ 5 ഘടകങ്ങൾ, ഹെൽത്ത്, വെൽത്ത്, എഡ്യൂക്കേഷൻ, ഇക്വിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി കണക്ട്, ഇത് വെച്ചിട്ടാണ് ഈ വെൽബീയിങ് ഇൻഡെക്സും ഹാപ്പിനെസ് ഇൻഡെക്സും ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കിക്കഴിയുമ്പം ഡെവലപ്മെന്റിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ പരമ്പരാഗതമായ രീതിയിലുള്ള ഇക്കണോമിക് ഡെവലപ്മെന്റിലാണെങ്കിൽ ഇന്ത്യക്ക് 1990 മുതൽ 2022 വരെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 43% വളർച്ചയുണ്ട്. അത് വളരെ ഇതുവരെ ഇതപ്പരിന്തം നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത ഒരു വളർച്ചയാണ് 1990 മുതൽ 25 വരെ. അതിനിടയിൽ ഏതൊക്കെ സർക്കാരുകൾ വന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടിക്കുക, അതല്ല എൻ്റെ ഉദ്ദേശം. ഓവർ ദ ലാസ്റ്റ് 25 years we have had a tremendous progress in the development in its conventional sense, പരമ്പരാഗതമായ രീതിയിൽ. പക്ഷേ ഈ ഹാപ്പിനെസ് ഇൻഡെക്സിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ഥിതി വളരെ ശോചനീയമാണ്. പാകിസ്ഥാനും ബർമയും ഒക്കെ നമ്മുടെ മുമ്പിലാണ്. 143 രാജ്യങ്ങളാണ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 126. അപ്പോൾ അത് വളരെ 143 126 എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത്ര അഭിമാനകരമായ, ഒട്ടും ഡിസൈറബിൾ ആയിട്ടുള്ളൊരു സംഗതി അല്ല എന്നുള്ളത്. അപ്പൊ അതിന്റെ പിന്നിലേക്ക് ഒരു വലിയ പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാണ് ഹ്യൂമൻ ഡെവലപ്മെന്റിലെ നമ്മൾ മുന്നോട്ട് പോയിട്ടും ഹാപ്പിനെസ് ഇൻഡെക്സിൽ പുറകോട്ട് പോകുന്നത്. അത് കേരളത്തിലും അറിയാം. കേരളത്തിൽ നമ്മൾ എല്ലായിടത്തും മുമ്പിലാണെങ്കിലും സൂയിസൈഡ് റേറ്റ് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 4-5 സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ നമ്മളാണ് മുമ്പിൽ. ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഈ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ the physical parameters on one side and the well-being parameters on the other side. അപ്പോൾ അതൊരു വലിയൊരു കാര്യം. നമ്മുടെ മനസ്സിന്റെ മാനസികാരോഗ്യത്തിന്റെ പ്രശ്നം ഇവിടെ ഉദ്ഘാടനത്തിൽ നമ്മളെ ബഹുമാനപ്പെട്ട അച്ഛനും ഡോക്ടർ അന്ന തോമസും ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വലിയ ഗ്യാപ്പ് മെന്റൽ ഹെൽത്ത് ഗ്യാപ്പ്. ഈ കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലായിട്ടെല്ലാം ഡ്രഗ് യൂസിനെ, ലഹരികളുടെ ഉപയോഗത്തെ പറ്റി ഒക്കെ വരുന്നു. എവറിഥിങ് ബോയിൽസ് ഡൗൺ ടു ഡൊമസ്റ്റിക് വയലൻസ് ആണെങ്കിലും ഡ്രഗ് യൂസ് ആണെങ്കിലും ശരി, സൂയിസൈഡ് ആണെങ്കിലും ശരി, അൾട്ടിമേറ്റ്ലി ദീസ് ആർ ഓൾ പോയിന്റിംഗ് ടുവേർഡ്സ് മെന്റൽ ഹെൽത്ത് ഗ്യാപ്പാണ്. മാനസികാരോഗ്യത്തിന്റെ ഒരു വലിയ ഗ്യാപ്പിലാണ് നമ്മൾ പെട്ടുക. അതൊരു വലിയ ക്രിട്ടിക്കൽ പോയിന്റ് കഴിയുമ്പോഴാണ് വലിയ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ക്രൈമോ അല്ലെ നമ്മളെ ഞടുക്കി കളയുന്ന, സ്തബ്ധരാക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻസോ ഒക്കെ വരുമ്പോഴത്തേക്കിന്, അപ്പൊ അതിന്റെ ഒരു നേച്ചർ റിയാക്ഷൻ ആണ് ഇപ്പം നമ്മൾ മീഡിയയിൽ ഒക്കെ കളമശ്ശേരിയിലെ കഞ്ചാവ് വേട്ട എന്നൊക്കെ പറഞ്ഞ കാര്യം. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് ഇതിവിടെ ഉണ്ട്. പക്ഷെ nobody was addressing that. ആ ഒരു ഗ്യാപ്പിൽ മെന്റൽ ഹെൽത്ത് സർവേ നടത്തി. ഞാനും ഒക്കെ അതിനകത്തൊരു ഉൾപ്പെട്ടിട്ടുള്ള ആ മെന്റൽ ഹെൽത്ത് സർവേയിലെ കേരളത്തിലെ രോഗാതുരത, മെന്റൽ ഡിസോർഡർ, അതിന്റെ പ്രിവലൻസ് എന്ന് പറയുന്നത് നിയർലി 12% ആണ്. 12%. 12% എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിന്റെ അബ്സല്യൂട്ട് നമ്പേഴ്സ് കൂട്ടി നോക്കും. അത് ചുമ്മാതെ പോയി ഏതെങ്കിലും ഒരു വളരെ ലാഭബുദ്ധിയോടുകൂടി ഒരു മാധ്യമം നടത്തുന്ന സർവേ പോലെ അല്ല. നിയതമായ അതിന്റെ മെത്തഡോളജി, അതിന്റെ രീതിശാസ്ത്രമൊക്കെ ഉപയോഗിച്ച്, കർശനമായ റിസർച്ച് മെത്തഡോളജി ഒക്കെ ഉപയോഗിച്ച് നടത്തിയതിനകത്താണ് ഈ മോർബിഡിറ്റി ഈസ് നിയർലി 12%. എന്ന് വെച്ചാൽ എത്രയാണ്? ഒരു 8 പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് 1 out of 8 പേഴ്സൺ കാസർഗോട്ട് മേജർ മെന്റൽ ഹെൽത്ത് പ്രോബ്ലം. അപ്പൊ അതിലൊരു വ്യത്യാസം എന്താ?
ഒരാൾക്ക് ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ട്, കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്, ക്യാൻസറിന്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അതിനെ അറിയും, അതിനെ സപ്പോർട്ട് ചെയ്യും. അവിടെ അതിനെ ആരും സംസ്കരിക്കാനായിട്ട് നോക്കത്തില്ല. സഹായഹസ്തങ്ങൾ എല്ലായിടത്തും ഒന്ന് എത്തും, അല്ലേ? ഒരാൾക്കൊക്കെ റീനൽ ട്രാൻസ്പ്ലാന്റ് വേണം, ഡയാലിസിസ് വേണം. ഒരിടവ നടത്തുന്ന അച്ഛന് കൃത്യം അറിയാം എത്ര പേരുണ്ട് അവിടെ. ആ ഇടവകയിൽ 2-3 പേർക്ക് ഡയാലിസിസ് ഉണ്ടെങ്കിൽ എത്ര പേരെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടെന്നുള്ളത് അറിയാം. പക്ഷെ ഒരു വീട്ടിലെ കലഹം ഉണ്ടെങ്കിൽ അവിടെ എന്തോ മദ്യപിച്ചാരും അലമ്പുണ്ടാക്കുന്നു. അവനെ നമുക്ക് എടുത്ത കാര്യം ചെയ്യാം, അടുത്ത പ്രാവശ്യം പള്ളിയുടെ പൊതുയോഗത്തിൽ ഇരുത്തണ്ട എന്ന് കമ്മിറ്റിക്കാരെല്ലാം കൂടി തീരുമാനിക്കും. അതിനെ അഡ്രസ് ചെയ്യാതിരിക്കുക, അതിനെ എക്സ്ക്ലൂഡ് ചെയ്യുക എന്നുള്ളതല്ലാതെ അതിനെ ഒരു ആരോഗ്യ പ്രശ്നം, മാനസികാരോഗ്യ പ്രശ്നമാണ് ഈ ഡൊമസ്റ്റിക് വയലൻസിന്റെ പിന്നിലെ കാരണം. അവിടെ ഒരു എക്സ്ക്ലൂഷൻ അല്ല വേണ്ടത്, അവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണ് വേണ്ടത്. അവരെ നമ്മളെ സ്റ്റിഗ്മ, ഒരുപാട് അവജ്ഞയുണ്ട് മാനസികാരോഗ്യ പ്രശ്നങ്ങളെന്ന് കേൾക്കുമ്പോൾ. സൂചിപ്പിച്ചായിരുന്നു അനിസാറാണോ അച്ഛനാണോ, മാനസികാരോഗ്യം എന്ന് പറയുമ്പോൾ തന്നെ അറിയാതൊരു ഇൻബിൽറ്റ് സ്റ്റിഗ്മ അവിടെ വരികയാണ്. ഞാൻ അതിനായിട്ടൊരു ഡോക്ടറെ പോയി കണ്ടു, ഒളിച്ചും പാത്തും. കഴിഞ്ഞ ദിവസം എനിക്കൊരു പേഷ്യൻറ്റിൻ്റെ ബ്രദർ ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടു. എന്തുമാത്രം പേടിച്ച ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിൽ ഞങ്ങൾ വന്നിരിക്കുന്ന ആരെങ്കിലും കാണുമോ അറിയുമോ? അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സമൂഹത്തിലുണ്ടാകുന്ന സ്റ്റിഗ്മ. അപ്പം അത് പക്ഷെ അതൊരു നല്ല കാര്യം കൂടെ അപ്പോഴത്തേക്ക് പറയേണ്ടതുണ്ട്. സന്ദർഭമായിട്ടാണെങ്കിലും നമ്മുടെ ന്യൂ ജനറേഷൻ നമ്മൾ ഒത്തിരി കുറ്റം പറയും. പക്ഷെ ന്യൂ ജനറേഷനിലെ കുട്ടികൾക്ക് പ്രോബ്ലി ദേ ആർ എക്സ്പോസ്ഡ് ടു ഓൾ ദിസ്, ഒരു കുറച്ചുകൂടെ ഒരു ഓപ്പൺനെസ് അവരുടെ കൾച്ചറിലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അവർക്ക് ആ ഒരു സ്റ്റിഗ്മ ഇല്ല. ഇപ്പം 10ാം ക്ലാസ്സിലോ 11ാമോ 12ാമോ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന എത്ര പേര് ആൾക്കാർ ധാരാളമായിട്ട് പ്രൊഫഷണൽ ഹെൽത്ത് റെഡിയാണ്. അവർ വരാറുണ്ട്. അവരോട് പറയും, ചില യൂണിഫോമിലൊക്കെയാണ് വരുന്നത്. അപ്പം നിങ്ങൾ എന്താ വീട്ടിലെ പോയി അച്ഛനെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ എൻ്റെ ഡോക്ടർ അത് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഞാൻ പറയാതെ പോകുന്നു. അവരൊരിക്കലും സമ്മതിക്കത്തില്ല വരാനായിട്ട്. അതേസമയം അവൻ്റെ ദേഹത്തെങ്ങാനും ഒരു കുഞ്ഞ് പാടുണ്ടെങ്കിൽ അത് ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണാനായിട്ടോ കോസ്മെറ്റോളജിസ്റ്റിനെ കാണാനായിട്ടോ നമുക്ക് മടിയില്ല. പക്ഷെ കുട്ടിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല, കുട്ടിയുടെ പഠനത്തിൽ അവന് ശ്രദ്ധയില്ല, അല്ല അവന് എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉടനെ ഒരു മാഫിയയുടെ കണ്ണിയായിട്ട് എണ്ണുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്താണ് വാട്ട് ഈസ് ദി കോസ് ഓഫ് ദാറ്റ് ബിഹേവിയർ, ആ ഒരു പെരുമാറ്റത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ള രീതിയിൽ അതിനെ ചിന്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ മെന്റൽ ഹെൽത്ത് നമ്മുടെ ഇടയിൽ ഒരു വളരെ ഇൻവിസിബിൾ മോർബിഡിറ്റി ആയിട്ട്, അദൃശ്യമായിട്ടുള്ള ഒരു രോഗാതുരത ആയിട്ട് നമ്മളുടെ ഇടയിലെല്ലാം ഉണ്ട്. ആൻഡ് എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്ന പോലെയാണ്. ആ റൂമിനകത്ത് ചെറിയ ഒരു പാറ്റ അതിൽ ഓടിയാൽ നമ്മൾ കാണും, പക്ഷേ മുറിക്കകത്ത് നിൽക്കുന്ന ആനയെ നമ്മൾ കാണുന്നില്ല എന്നുള്ളൊരു എക്സ്പ്രഷനുണ്ട്. സോ ഇറ്റ്സ് ആൻ എലിഫന്റ് ഇൻ ദ റൂം, ബട്ട് വി ആർ നോട്ട് വിഷ്വലൈസിങ് ഇറ്റ്, വി ആർ നോട്ട് അഡ്രസ്സിങ് ഇറ്റ്. അതിനെ ഒന്നിലെ ഡിനൈ ചെയ്യാനായിട്ടോ അല്ല അതിനെ തമസ്കരിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനെ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അതിനുള്ള പരിഹാരങ്ങൾ തേടാനായിട്ടോ ഒക്കെ ഉള്ള ഒരു വലിയ പ്രവണത നമ്മുടെ സമൂഹത്തിനുണ്ട്. ഈ മതപരമായ രീതിയിൽ ശരിയായ രീതിയിലുള്ള ആധ്യാത്മികതയെ അല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ആരോഗ്യകരമായ ഒരു മെന്റൽ ഹെൽത്ത് അപ്രോച്ചാണ്. സ്പിരിച്വാലിറ്റിയുടെ ആരോഗ്യകരമായ ഘടകങ്ങളുണ്ട്. പക്ഷെ അത്ഭുത രോഗശാന്തിയിൽ നിന്നും അങ്ങനെയൊക്കെ ഉള്ള കുറുക്ക് വഴികളും എളുപ്പ വഴികളും ഒക്കെ ഇത് മനുഷ്യരെ വളരെയധികം വഴിതെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ അവിടെ വളരെയധികം ചികിത്സയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ചില പ്രസിദ്ധീകരണങ്ങൾ അവിടെയൊക്കെ വിതരണം ചെയ്യുന്നു. അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ, നിയമമൊന്നുമില്ല അതിനെ നിരോധിക്കാൻ, മാധ്യമ സാമർത്ഥ്യമാണ്. പക്ഷെ നിയമമൊന്നും നോക്കാതെ തന്നെ കർശനമായിട്ട് അത് പിടിച്ചെടുക്കണമെന്നും അത് നിരോധിക്കണമെന്നും ഒക്കെ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഒരു സർക്കിൾ ഇറക്കിയിട്ടായിരുന്നു പോകുന്നത്. അപ്പം നമ്മുടെ ആലോചിക്കണം, തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന് പറയുന്നത്. മെഡിക്കൽ കോളേജ് ടെർഷ്യറി കെയർ സ്ഥലം കൊടുക്കുന്ന സ്ഥലത്ത് ഡയാലിസിസിലും ഓപ്പറേഷൻ ഡേറ്റ് കൊടുത്തിരിക്കുന്നിടത്തുമാണ് ഈ ഇതുപോലുള്ള കടലാസുകളും കൊണ്ടും പത്രങ്ങളൊന്നോ മാസികയൊക്കെ ആയിട്ട് ആൾക്കാർ ചെയ്യുന്നത്. നമ്മൾ ലജ്ജിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അത്. ഇപ്പൊ ഇവിടുത്തെ ഓഡിയൻസിന്റെ ഒരു രീതി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് വളരെ എലീറ്റ് ആണെന്ന് വിചാരിക്കുന്ന, കേരളത്തിലെ വിദ്യാഭ്യാസവും നവോത്ഥാനവും ഒക്കെ മുന്നോട്ട് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുന്ന സമൂഹങ്ങൾ തന്നെ ഇതിനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എവിടെയാണ് ചെന്നെത്തിരിക്കുന്നത് ആട്ടെ. അപ്പൊ നമ്മുടെ സമയത്തിന്റെ പരിമിതിയും കൂടെ ഉള്ളതുകൊണ്ട് വിമർശനങ്ങളൊക്കെ മാറി നമുക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നതിന് പല രീതിയിലുള്ള സമീപനങ്ങളുണ്ട് മനസ്സിനെ മനസ്സിലാക്കാൻ. ഏറ്റവും അറിയാം അല്ലേ,
ഒരു കാലത്ത് ഈ മനസ്സെന്ന് പറഞ്ഞാൽ എന്തോ പിടികിട്ടാത്തൊരു പ്രഹേളികയാണ്, അത് ആർക്കും മനസ്സിലാകാത്തൊരു സമസ്യയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മെഡിക്കൽ സയൻസിന്റെ ഒരു റഡാറിൽ ഇത് വരികയേ വേണ്ട എന്ന് പറഞ്ഞ് അതിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റി നിർത്തിയിരുന്നു. ഡെസ്കാർട്ടിയൻ ഡൈക്കോട്ടമി, ഡെക്കാർത്ത് എന്ന് പറയുന്ന ഒരു ഫിലോസഫർ, അദ്ദേഹം പറഞ്ഞു നാച്ചുറൽ സയൻസ് കൊണ്ട് പഠിക്കാവുന്നതൊക്കെയാണ് മെഡിസിൻ. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്തമാറ്റിക്സും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ മനുഷ്യ ശരീരത്തെ പഠിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമായിട്ട് മനസ്സിൽ ഇതിനകത്തൊന്നും പിടികിട്ടുന്ന കാര്യമില്ല. ഫിസിക്സ് ഉണ്ടോ കെമിസ്ട്രി ഉണ്ടോ, അന്നത്തെ കാലത്ത് അറിഞ്ഞിരുന്ന ബയോളജി ഉണ്ടോ, അന്നത്തെ കാലത്തെ മാത്സ് ഉണ്ടോ, ഇത് പ്രയോജനം ഇല്ലാന്നുകൊണ്ട് ഈ മെന്റൽ ഡിസോർഡേഴ്സ് അല്ലെ മെന്റൽ ഹെൽത്ത്, മൈൻഡ് എന്ന് പറയുന്ന ആ പ്രതിഭാസം തന്നെ ശാസ്ത്രത്തിന്റെ ധാരയിൽ നിന്നും വിട്ടുപോയി. ഡെക്കാർത്ത് വളരെ ക്യാമനായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഡൈക്കോട്ടമി കൊണ്ട് കുറെ പ്രയോജനം സയൻസിന് വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഉദ്ദേശിക്കാൻ ഒരു വലിയ ഒരു ഡിസ്സർവീസ് മനസ്സ് ശാസ്ത്രത്തിന്റെ പിടിയിൽ നിന്നും വിട്ടു. പിന്നെ അതിനെ തിരിച്ച് അപ്പൊ അതിനെന്താ പറ്റിയ അന്ധവിശ്വാസങ്ങളുടെ ഒരു മേഖലയായിട്ടൊന്ന് മാറി. ആത്മാവിന്റെയും ദുരാത്മാവിന്റെയും പ്രകൃതങ്ങളുടെയും നിഗൂഢതകളുടെയൊക്കെ ഒരു മേഖലയിൽ അത് അങ്ങ് മാറിപ്പോയി. അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ടൊരു ശ്രമം നടത്തിയ ആളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹം ബേസിക്കലി ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു മെഡിക്കൽ സയന്റിസ്റ്റ് തന്നെയായിരുന്നു. അദ്ദേഹം വളരെ അതിബുദ്ധിമാനും പ്രതിഭാശാലിയുമായ ഒരു വ്യക്തിയായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ്. ഈ മാനസിക പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ആ കാലത്ത് നിലവിലുണ്ടായിരുന്ന ന്യൂറോളജി കൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാതെ വന്നപ്പോഴാണ് അദ്ദേഹം അബോധ മനസ്സിന്റെ സ്വാധീനങ്ങൾ, നമ്മുടെ സ്വപ്നത്തെ പറ്റി, അബോധമായിട്ട് നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്ന ചിന്തകളെ, വികാരങ്ങളെ, സ്വാധീനങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് വളരെ റൊമാൻറ്റിക് ഐഡിയാസ് ആയിരുന്നു പലതും. വളരെ കാവ്യാത്മകമായ ഒരു സമീപനമായിരുന്നു, വളരെ ഭാവനാസമ്പൂർണമായ സമീപനമാണെങ്കിൽ അതിനകത്ത് സയൻസ് ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കുഴപ്പം പറ്റിപ്പോയി. പക്ഷെ ഒരു കാലത്ത് പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം, 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം, 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യമൊക്കെ മെച്ചപ്പെട്ട മറ്റ് സങ്കേതങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് അതിനൊരു സ്വീകാര്യത കിട്ടി. പക്ഷെ പിന്നീട് നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ നമ്മൾ ശീലിക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ പരിസരത്തു നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ഒക്കെ നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. അക്വേഡാണ്. ഇപ്പോഴും എല്ലാവരും കൃത്യസമയത്തിലൂടെ വരുന്നു. അത് ഈ അക്വേഡാണ്. ഇവിടെ വരണം, ഇതിൻ്റെ റൂൾ ഇങ്ങനെയാണ്, ഡിസിപ്ലിൻ ഇങ്ങനെയാണ്, ഫോർമലി അഡ്രസ് ചെയ്ത് വരണം, ഓക്കെ. അങ്ങനെ ശീലിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് നല്ലതും ചീത്തതുമായിട്ടുള്ള എല്ലാ പെരുമാറ്റങ്ങളും എന്നുള്ള ബിഹേവിയർസ് എല്ലാം ഇന്നേറ്റ് ആയിട്ടൊന്നുമില്ല. ഫ്രോയിഡ് പറഞ്ഞത് മനുഷ്യൻ തന്നെ അറിയാതെ അവന്റെ അബോധ ചോദനകൾ, പ്രത്യേകിച്ച് സെക്ഷുവാലിറ്റിയും അഗ്രഷനും ലൈംഗികതയും അക്രമവും ഉത്സുകതയും ഒക്കെ കൂടിച്ചേർന്നിട്ടാണ് വിവിധ തരത്തിലുള്ള പെരുമാറ്റങ്ങൾ, അതിനെ വേഷം മാറിയും രൂപം മാറിയും ഒക്കെ ഓരോ നല്ല പെരുമാറ്റങ്ങളുടെ പിന്നിൽ പോലും അക്രമോത്സുകതയും സെക്ഷുവാലിറ്റി, ലൈംഗികതയും ഒക്കെ ഉള്ള വളരെ വ്യത്യസ്തമായ ഒരു ചിന്താഗതിയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് മാറി ബിഹേവിയറിസം പറഞ്ഞു. നല്ലതാണെങ്കിലും നല്ല ശീലങ്ങൾ പഠിക്കുന്നതുകൊണ്ടോ പഠിപ്പിക്കുന്നതുകൊണ്ടാണ്, ചീത്ത ശീലങ്ങളാണെങ്കിലും പഠിക്കുന്നതുകൊണ്ടോ പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ആ ബിഹേവിയറിസത്തിന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോകും. പിന്നീട് വന്ന ഒരു വലിയ വിപ്ലവകരമായ മാറ്റമാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ശാസ്ത്രം ഏറ്റവും കൂടുതൽ തെളിവ് സഹിതം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ശരീരത്തിന് പുറത്തുള്ള ഒരു കാര്യം അല്ല, ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയോ നിഗൂഢമായിട്ടിരിക്കുന്ന ഒരു സംഗതിയല്ല. അതിന്റെ യഥാർത്ഥത്തില് മനസ്സിന്റെ ഇരിപ്പിടം, അതിന്റെ പ്രഭവസ്ഥാനം എവിടെയാണ്? അത് ചോറിലാണ്, മനുഷ്യന്റെ മസ്തിഷ്കത്തിലാണ്. ഈ മനുഷ്യന്റെ മസ്തിഷ്കം 1400 ഗ്രാം തൂക്കമുള്ള ഈ ഏതാണ്ട് 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ദശലക്ഷക്കണക്കിന് 100 ബില്യൺ ന്യൂറോൺസ് എന്നുള്ളതാണ് ഏകദേശം ഒരു കണക്ക്. 1 ബില്യൺ തന്നെ മാത്തമാറ്റിക്സ് ഉള്ളവരുണ്ടെങ്കിൽ 0 ഇട്ട് കൂട്ടിക്കോ എത്രയാണെന്നുള്ള കാര്യം. 100 ന്യൂറോൺസും, അത് ഓരോ ന്യൂറോണുകൾക്കും വീണ്ടും അനേക സഹസ്രങ്ങൾ വരുന്ന കണക്ഷൻസ്, ട്രില്യൻസിന്റെ കണക്കിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു നെറ്റ്വർക്കാണ്, അതിലാണ് മനസ്സിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ബോധം, അവിടെയാണ് നമ്മുടെ ഓർമ്മകൾ, അവിടെയാണ് നമ്മുടെ ചിന്തകൾ, അവിടെ നിന്നാണ് നമ്മുടെ വികാരങ്ങൾ, അവിടെ നിന്നാണ് നമ്മുടെ പ്രതികരണങ്ങൾ, അവിടെയാണ് നമ്മുടെ ധിഷണ ബുദ്ധിശക്തി, അവിടെ നിന്നാണ് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ മനസ്സെന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് എ പ്രോഡക്റ്റ് ഓഫ് ദി ഹ്യൂമൻ ബ്രെയിൻ. മനുഷ്യ മസ്തിഷ്കം എന്ന് പറയുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വിസ്മയകരമായിട്ടുള്ള, ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഈ ഒരു സബ്സ്ട്രേറ്റ്, അതിലാണ് മനസ്സ് ഇരിക്കുന്നത്, വികാരങ്ങളും ചിന്തകളും. ഇപ്പം ഞാൻ നിങ്ങളോട് സംവദിക്കുന്നു,
നിങ്ങളുടെ എല്ലാവരുടെയും തലച്ചോറ് എൻ്റെ ബ്രെയിനുമായിട്ട് കണക്റ്റഡാണ്. ഒരു വൈഫൈ കണക്ഷൻ ഇവിടെ ഉണ്ട്. അതിൽ കൂടെയാണ് നമ്മൾ ഈ സംവേദനങ്ങൾ സാധ്യമാകുന്നത്. ഞാൻ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നതും നമ്മുടെ തലച്ചോറ് അതിനെ പുനരുദ്ധരിച്ചെടുക്കുന്നതും അതിനെ ചില കാര്യങ്ങൾ ഓർത്തിരിക്കുന്നതും ചിലതിനെയൊക്കെ അല്പം സർക്കാസത്തോടുകൂടി കാണുന്നതും എല്ലാം ഇറ്റ് ഹാപ്പൻസ് ഇൻസൈഡ് യുവർ ബ്രെയിൻ. അപ്പൊ ഇങ്ങനെ വരുന്ന ആ മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനമാണ് മനസ്സെങ്കിൽ, നല്ല മനസ്സുണ്ടാകണമെങ്കിൽ, മാനസികാരോഗ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്താണ്, വളരെ ഇറ്റ് ബോയിൽസ് ഡൗൺ ടു എ വെരി സിമ്പിൾ പോയിന്റ് ദാറ്റ് നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യം നന്നായിരിക്കണം. തലച്ചോറ് നന്നായിട്ട് രൂപപ്പെടണം. തലച്ചോറ് നന്നായിട്ട് രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ എവിടുന്നാണ് ആ രൂപപ്പെടൽ തുടങ്ങുന്നത്? എവിടുന്ന? ഇറ്റ് ഹാപ്പൻസ് വിത്തിൻ ദി മദേഴ്സ് വൂം. ആദ്യത്തെ ആ 9 മാസം കൊണ്ട് തന്നെ തലച്ചോറ് രൂപപ്പെടുന്നുണ്ട്. അത് പ്രധാനമായും ജനിതക ഘടകങ്ങളാണ്. ആദ്യത്തെ 9 മാസത്തെ രൂപപ്പെടൽ മെയിൻലി ഓർക്കസ്ട്രേറ്റഡ് ബൈ ദി ജനറ്റിക് ഫാക്ടേഴ്സ്. ഏതാണ്ട് 25,000 ജീൻസ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വന്നപ്പം നമുക്ക് നമ്മുടെ എത്ര നിസ്സാരനാണെന്ന് നമുക്ക് മനസ്സിലായി. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഓടിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവരും വിചാരിച്ചു ലക്ഷക്കണക്കിന് ജീനുകൾ ഉണ്ടായിരിക്കും. കാര്യം ചെറിയ ഫ്ലൈസിലും വേംസിലും ഒക്കെ 20,000 ജീനുണ്ട്. അപ്പം മനുഷ്യന്റെ ജീൻ നിർദ്ധാരണം ചെയ്ത് വരുമ്പം ലക്ഷക്കണക്കിനാണോ എന്ന് വിചാരിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. മറ്റ് ജീവിവർഗങ്ങളുടെ ഒക്കെ ഏതാണ്ട് അതിനടുത്തുള്ള, പക്ഷെ അതിന്റെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, അതിന്റെ ഈ എക്സ്പ്രഷനുകളൊക്കെ ആശ്രയിച്ചിട്ട് അല്പസങ്കീർണമായ കാര്യമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എങ്കിൽ പോലും നമുക്ക് നിലവിലുള്ള ടെക്നോളജി ഒന്നും അനുസരിച്ച് ഈ ജനിതക പ്രോഗ്രാമിങ്ങിനെ വലിയതായിട്ടൊന്നും മാറ്റാൻ നമുക്ക് ഇപ്പോൾ മാർഗമില്ല. ജോബി എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ലല്ലോ സാധു, പക്ഷെ അത് സൈക്യാട്രി വേറെ. പക്ഷെ ഇപ്പൊ തൽക്കാലം നമുക്ക് അതിന് മാർഗമില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ അംഗീകരിക്കുക. ഇനി ജനിച്ചു വീണ കുട്ടിയും അത് ആ കുട്ടിയുടെ ജീവിതത്തിലെ പല പല സ്റ്റേജുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ബാഹ്യമായിട്ടുണ്ടാകുന്ന സ്വാധീനങ്ങളാണ് ഈ തലച്ചോറിനെ രൂപപ്പെടുത്തുന്നത്. നല്ല മനസ്സെന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ ഈ പ്രായത്തിൽ പറയുമ്പോൾ ഞാൻ ഇവിടെ നോക്കിയിട്ട് ശരാശരി 40-45 വയസ്സിന് മുകളിലാണ്. ഈ പ്രായത്തിൽ ഈ ക്ലാസ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ആരുടെ തലച്ചോറ് വലുതായിട്ടൊന്നും നന്നാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ക്രിസോസ്റ്റം വേണ്ടി പറയുമായിരുന്നു, ഈ പ്രസംഗം കേട്ടിട്ട് ആരെങ്കിലും നന്നാകണമെന്നുണ്ടെങ്കിൽ മൈക്ക് ഓപ്പറേറ്റർ ആയിട്ടും നല്ല ആയിട്ട് ജീവിക്കേണ്ടതെന്ന് പറയും. കാര്യം വർഷങ്ങളായിട്ട് മാറാവൺ പ്രസംഗത്തിന്റെ മൈക്ക് ഓപ്പറേറ്റർ ആയിരുന്നു എന്ന് പറയായിരുന്നു. അതുപോലെ ഈ സർഗക്ഷേത്രത്തിൽ ഇഷ്ടംപോലെ പ്രസംഗം കേട്ടിട്ട്, പക്ഷെ വീട്ടിൽ ആരെങ്കിലും മക്കളോ കൊച്ചുമക്കളോ ഉണ്ട് അവർക്ക് പ്രയോജനപ്പെടുമെന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം ഈ തലച്ചോറൊന്ന് ശരിയായി രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളുടെ തലച്ചോറിലേക്ക് എങ്ങനെയാ തലച്ചോറിന്റെ സ്റ്റിമുലേഷൻ എങ്ങനെയാണ്? 5 വിൻഡോസ് വഴിയാണ്, പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ്. കാണുന്നത് എന്ത്, കേൾക്കുന്നത് എന്ത്, ഗന്ധം, രുചി, സ്പർശം. ഈ 5 ഇന്ദ്രിയങ്ങളിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കുട്ടിയുടെ തലച്ചോറിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ തലച്ചോറ് മെച്ചപ്പെട്ട് രൂപപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. പ്രൊവൈഡഡ് ജീൻസിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പരിമിതികളുണ്ട്. ഫ്യൂച്ചർ സയൻസ് വിൽ ആൻസർ ദാറ്റ്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്, ഇതുപോലെ ഒരു എലീറ്റ് ഓഡിയൻസിന് കൂടുതലൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആദ്യത്തെ ഏർലി ഇയേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് അതില് കുട്ടിയുടെ തലച്ചോറിലേക്ക് അവന്റെ കണ്ണിൽ കൂടെ മെയിൻലി 5 എണ്ണം പറഞ്ഞെങ്കിലും അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാ? വിഷൻ, ഹിയറിംഗ് ആൻഡ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ടച്ചും സ്മെല്ലും ടേസ്റ്റും ഒക്കെ ആദ്യ വർഷങ്ങളിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ്. മുന്നോട്ട് കഴിയുന്നതോറും വിഷനും ഹിയറിംഗും തന്നെ കാഴ്ചയുടെയും കേൾവിയുടെ അനുഭവങ്ങൾ കറക്റ്റ് ആയിരിക്കണം. ആ ഒരു അടിസ്ഥാനത്തിലാണ് പ്രകൃതിയുടേതായ കാഴ്ചകൾ ആണ് കുഞ്ഞിന്റെ തലച്ചോറിനുള്ളിലേക്ക് എത്തേണ്ടത്. നീലാകാശവും ഹരിതാഭമായ പച്ചപ്പും ആ കാഴ്ചകളാണ് കുഞ്ഞിന്റെ തലച്ചോറിലെത്തേണ്ടത്. ശബ്ദം കേൾക്കേണ്ടത് പക്ഷികളുടെ ശബ്ദം, പ്രകൃതിയുടേതായ ശബ്ദങ്ങൾ, അരുവി ഒഴുകുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ശബ്ദം, ഇങ്ങനെയുള്ള നാച്ചുറൽ അമ്മയുടെ അച്ഛൻ്റെയും സിബ്ലിങ്സിൻ്റെയും ഒക്കെ ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് എത്തുന്ന കാഴ്ചകളും കേൾവികളും എങ്ങനെയാണെന്ന് കൂടുതൽ പറയേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും അത് ഡിജിറ്റൽ ഡിവൈസുകളിൽ നിന്നുള്ള കാഴ്ചകളും ഇയർഫോൺ വെച്ച് അതിൽ കൂടെ കേൾക്കുന്ന ശബ്ദങ്ങളും വന്നു കഴിഞ്ഞാൽ തലച്ചോറ് രൂപപ്പെടുന്ന വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ഹോമോസാപ്പിയൻ ചൈൽഡ് രൂപപ്പെടാനായിട്ട് പ്രകൃതി ഉദ്ദേശിച്ചിരിക്കുന്ന രീതിയിലായിരിക്കത്തില്ല ആ രൂപപ്പെടൽ. സോ ദാറ്റ് വിൽ ബി എ ഡിഫറെന്റ് പ്രോഗ്രാമിംഗ്. അവിടെയാണ് ആ കറക്ഷൻ വരുത്തേണ്ടത്. അല്ലാതെ അവനെ +2 ക്ലാസ്സിലെത്തിയതിനു ശേഷം കൗൺസിലിംഗ് ക്ലാസ്സിൽ പോകുക എന്നുള്ളതുകൊണ്ട് വലിയ ചെറിയ മെച്ചങ്ങൾ കിട്ടത്തില്ല. ഞാൻ അതിന് ടോട്ടലി റൈറ്റ് ഓഫ് ചെയ്യുന്നില്ല. പക്ഷേ ദാറ്റ്സ് ദ സിറ്റുവേഷൻ. അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വിൻഡോ. നമ്മൾ പിടിക്കേണ്ട
ആ ഒരു വിൻഡോ എന്ന് പറയുന്നത് ഏർലി ശരിയായ കാഴ്ചകളായിരിക്കണം കുഞ്ഞിന്റെ കാഴ്ച, ചെറിയായ ശബ്ദങ്ങളായിരിക്കണം, ചെറിയായ രുചികളായിരിക്കണം അവന്റെ രസമുകളങ്ങൾ ശരിക്കേണ്ടത്, ചെറിയായ സ്പർശങ്ങളായിരിക്കണം, ശരിയായ ഗന്ധങ്ങളായിരിക്കണം. അത് ടൊമാറ്റോയുടെ ഗന്ധമാണോ അതോ നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാധനത്തിന്റെ ഗന്ധമാണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് എഞ്ചിനീയറിംഗ് വർക്ക്. ഒരു വലിയ പ്രോഗ്രാമിംഗ് ആണ് നമ്മുടെ വീടിന്റെ ഉള്ളില്. ആ കുഞ്ഞിന്റെ തലച്ചോറ് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു ഗെറ്റ് മോൾഡഡ്. 10-45 വയസ്സ് കഴിഞ്ഞാൽ വലുതായിട്ടൊന്നും നടക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞ, വലുതായിട്ടെന്നുള്ളത് അടിവരെ ഇടണം. പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്ന ഒന്നും നടക്കത്തില്ല എന്നുള്ളതാണ്. ഇപ്പൊ അതിൽ നിന്ന് മാറി നമുക്ക് പ്രായം മുന്നോട്ട് പോയി കഴിഞ്ഞാലും തലച്ചോറിന്റെ ഫോർമേഷനൊക്കെ ഗുണപരമായ രീതിയിൽ അല്ല ദോഷകരമായ രീതിയിലൊക്കെ മെച്ചപ്പെടാനുള്ള ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഉണ്ടെന്നുള്ളതാണ് ന്യൂറോ സയൻസ് കണ്ടുപിടി. എങ്കിലും അത് ഏറ്റവും കൂടുതൽ ശക്തമായിട്ടും പ്രകടമായിട്ടുള്ളത് ഏർലി ഇയേഴ്സിലാണ്. അതുകൊണ്ട് ആ കുട്ടികളെ, കൊച്ചുമക്കളും മക്കളും ഒക്കെ വീട്ടിൽ വളരുന്നുവെങ്കിൽ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിജിറ്റൽ ഇതിനെപ്പറ്റി ചർച്ചയിൽ ആരെങ്കിലും പറയുന്നുണ്ടോ ചോദിക്കാം. പക്ഷെ ഞാൻ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ്. ഒരു ബിഫോർ ദി ഏജ് ഓഫ് 6 years ഒരു ഡിജിറ്റൽ ഡിവൈസിന്റെ എക്സ്പോഷർ കൊടുക്കുന്നതേ ശരിയല്ല എന്ന് ഗവേഷണങ്ങൾ ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. അത് ഒരു അബ്സല്യൂട്ട് നോയാണ്. അതിനുശേഷം നമ്മൾ കൊടുക്കുമ്പോൾ അതിനകത്ത് പല രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ചർച്ചയിലേക്കൊക്കെ പോകാം. അപ്പൊ ഈ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മൾ പോകുമ്പം തലച്ചോറിനകത്ത് നല്ല ചിന്തകളും നല്ല പെർസെപ്ഷൻസും നല്ല മനസ്സിലാക്കലുകളും നല്ല ചിന്തകളും നല്ല ഇമോഷൻസും ഒക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നല്ല സെൻസറി എക്സ്പീരിയൻസ് വേണം അവർക്ക് കൊടുക്കാനായിട്ട്. അത് അമ്മയുടെ അപ്പൻ്റെയും സാന്നിധ്യം, സാമീപ്യം, ഇടപെടലുകള്, ലാംഗ്വേജ് എക്സ്പോഷറുകള്, സോഷ്യൽ കണക്ഷൻസ്, നേച്ചർ കണക്ഷൻസ് എല്ലാം കൂടി ചേർന്നാണ് ഒരു നല്ല തലച്ചോറ്, നല്ല മസ്തിഷ്കം രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെ രൂപപ്പെട്ടു വരുന്ന ഒരു മസ്തിഷ്കത്തിലെ നല്ല ചിന്തകളും നല്ല വികാരങ്ങളും നല്ല പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ള ഒരു അടിസ്ഥാന തത്വം അദ്ദേഹം പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കുന്നു. നമുക്ക് ലാസ്റ്റ് നിർത്തുന്നതിന് മുമ്പ് എന്താണ് ഇപ്പൊ ഈ ഒരു ഹാപ്പിനെസ് ഈ ടോപ്പിക്കിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യകരമായ മനസ്സും സന്തുലിതമായ ഈ ഇതിനകത്ത് വരുന്ന ഒരു പ്രധാന പ്രശ്നം, ആരോഗ്യകരം എന്ന് പറയുമ്പോൾ മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ മനസ്സിന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു വസ്തുതയുണ്ട്. പക്ഷെ അത് പലപ്പോഴും കൂടിക്കൊഴിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം, പ്ലഷർ ആൻഡ് ഹാപ്പിനെസ്, ഇത് തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. പലപ്പോഴും ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തില് ബ്രെയിൻ ഈസ് ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് പ്ലഷറബിൾ എക്സ്പീരിയൻസ്. പ്ലഷർ എന്ന് പറഞ്ഞാൽ എന്താ? തൽക്ഷണം കിട്ടുന്ന ചില ഒരു ആഹ്ലാദ അനുഭവത്തിനെയാണ് നമ്മൾ പ്ലഷർ എന്ന് പറയുന്നത്. ഇക്കളി ഇട്ടാൽ നമുക്ക് എന്താ ഉണ്ടാകുന്നത്? ഹാപ്പിനെസ് ആണോ പ്ലഷറാണോ ഉണ്ടാകുന്നത്? പ്ലഷറാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതുപോലെ ഒരു കുട്ടി ഒരു കമ്പ്യൂട്ടർ ഗെയിം കളിക്കുമ്പോൾ അവൻ എന്താ ഹാപ്പിനെസ് ആണോ ഉണ്ടാകുന്നത്? പ്ലഷറാണോ ഉണ്ടാകുന്നത്? പ്ലഷർ. ഒരു ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് ആണ് പ്ലഷർ എന്ന് പറയുന്നത്. അത് ഷോർട്ട് ലീവ്ഡ് ആണ്. പക്ഷെ ഒരു തലച്ചോറ് ഈ പ്ലഷർ മാത്രം പ്ലഷർ ആവശ്യമാണ് മനുഷ്യന്. പക്ഷെ ഈ പ്ലഷറുകൾ മാത്രം ശീലിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പറ്റുന്ന ഒരു മാനസികാരോഗ്യ രംഗത്ത് പറ്റുന്ന ഒരു വലിയ കുഴപ്പം, ആ പ്ലഷർ അതിനേക്കാളും ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ് ഹാപ്പിനെസ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് പീസ്, സമാധാനം, സംതൃപ്തി. അപ്പം ഈ പ്ലഷർ കിട്ടുകയും ഹാപ്പിനെസ്സും പീസും സാറ്റിസ്ഫാക്ഷനും ഇല്ലാതെ പോവുകയും ചെയ്യുമ്പോഴത്തേക്കും അതൊരു വലിയ ഗ്യാപ്പായിട്ട് തലച്ചോർക്കണം. സോ വെരി അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ചുറ്റുപാടുള്ള ഒരു അന്തരീക്ഷം, there are a lot of sources where one can get pleasure. പക്ഷേ ഹാപ്പിനെസ്സും പീസും സാറ്റിസ്ഫാക്ഷനും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊരു പരിശീലനം ഉണ്ടായാലേ പറ്റൂ. പ്ലഷർ ഓട്ടോമാറ്റിക്കാണ്. നമ്മളൊരു പ്ലഷറബിൾ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാകും. അത് കാഴ്ചയുടെ അനുഭവമാകാം, കേൾവിയുടെ അനുഭവമാകാം. ഇമ്മീഡിയറ്റ്ലി നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മുടെ ബ്രെയിനിലെ ന്യൂക്ലിയസ് അക്യുംബൻസിലെ റിവാർഡ് സിസ്റ്റത്തിലൊക്കെ ഡോപ്പമിൻ സർജ് ചെയ്യും. വി ഫീൽ ദ പ്ലഷർ. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു ഡിലേഡ് റെസ്പോൺസാണ്. അത് കുറച്ചുകൂടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള നിലനിൽക്കുന്ന ഒരു റെസ്പോൺസാണ്. അതിന് മുകളിലാണ് പീസ്, സാറ്റിസ്ഫാക്ഷൻ, ഫുൾഫിൽമെന്റ്, മീനിങ് തുടങ്ങിയിട്ടുള്ള തലങ്ങൾ. അത് നമ്മുടെ തലച്ചോറിൽ വരുന്നത്, നമ്മുടെ തലച്ചോറിന്റെ അല്പം ബയോളജി പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്. പ്ലഷർ വരുന്നത് ലിംബിക് സിസ്റ്റത്തിൽ നിന്നാണ്. ലിംബിക് സിസ്റ്റം ഒരു പ്രാകൃത മസ്തിഷ്കമാണ്. അത് സെക്ഷുവാലിറ്റി, അഗ്രഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് ദി ടെറിട്ടറി,
അല്ലെ കെയറിങ് ഫോർ ദി ന്യൂ ബോൺ. അപ്പോൾ ഒരു അമ്മ ശിശുവിനെ ഇപ്പം പൂച്ചയൊക്കെ പ്രസവിച്ച് കിടക്കുമ്പോൾ ആ ഭാഗത്തൂടെ എങ്ങാനും പോയി കഴിഞ്ഞാൽ അത് കിട്ടും അല്ലേ? അതൊരു മെറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ടെറിട്ടോറിയൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന ഇൻസ്റ്റിങ്ക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ലിംബിക് സിസ്റ്റത്തിലാണ്. അപ്പൊ അതിൽ നിന്നാണ് ഈ പ്ലഷറബിൾ എക്സ്പീരിയൻസ് വരുന്നത്. പക്ഷെ അതൊരു പ്രാകൃത ചോദനയാണ്. പക്ഷെ മനുഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് അവന്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്, അതായത് നമ്മുടെ നെറ്റിയുടെ തൊട്ട് പിന്നിൽ കാണുന്ന മനുഷ്യന്റെ മാത്രമേ നമ്മൾ തലയോട്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നെറ്റി മുന്നോട്ട് തള്ളി നീക്കുന്ന ഒരേ ഒരു ആനിമൽ മനുഷ്യനാണ്. വീട്ടിലെ പട്ടി പൂച്ചയോ പശുവിനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ ബിക്കോസ് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രാകൃത വിചാരങ്ങളെയും ഒക്കെ സംസ്കൃത വിചാരങ്ങളാക്കി കുറച്ചുകൂടെ നമ്മുടെ ആ പ്രഷറിനെ ഹാപ്പിനെസ് ആക്കിയും പീസാക്കിയും സാറ്റിസ്ഫാക്ഷൻ ആക്കിയും ഒക്കെ മാറ്റാനായിട്ടുള്ള ഒരു കെൽപ്പുള്ള ഒരു തലച്ചോറിന്റെ ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിലേക്കുള്ള ഒരു മാറ്റം നമ്മളെ ജീവിതത്തിൽ ബോധപൂർവം കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് മെന്റൽ ഹെൽത്തിന്റെ. whether you know the skill or acquire the skill to convert pleasures into happiness, satisfaction and peace. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റി നമ്മൾ നേരത്തെ പരാമർശിച്ചു. അദ്ദേഹം പഠിപ്പിച്ചിരുന്നെല്ലാം ഈ സ്മോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞ ചെറിയ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഡിസൈപ്പിൾസ് ട്രെയിനീസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഹാപ്പിനെസിന്റെ, ഒരാള് സന്തോഷമായിട്ടിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഫ്രോയിഡ് പലപ്പോഴും ലോങ് ലെക്ചേഴ്സ് ഒക്കെ കൊടുക്കുമായിരുന്നു. പക്ഷെ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അദ്ദേഹം രണ്ടേ വാക്കേ പറഞ്ഞുള്ളൂ, ലവ് ആൻഡ് വർക്ക്. ഇവിടെ തിരിച്ചു പറഞ്ഞു വർക്ക് ആൻഡ് ലവ്. അതിന്റെ ജർമ്മൻ വാക്ക് എനിക്ക് എങ്ങനെ ഉച്ചരിക്കും, ജർമ്മൻ കാലാതിലുണ്ട് പറയുന്നത് ലേബൻ ആൻഡ് അർബൈറ്റൈൻ എന്നാണ്. ലവ് ആൻഡ് വർക്ക്. ലവ് എന്ന് പറഞ്ഞാല് അത് ഫ്രോയിഡ് ഉദ്ദേശിച്ച ലവ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ബന്ധങ്ങളാണ്. അപ്പൊ നമ്മുടെ ഫ്രോയിഡിലേക്ക് തിരിച്ചു പറയാം. അദ്ദേഹം പറഞ്ഞത് ലിവൻ ആൻഡ് അർബൈറ്റൈൻ, ലവ് ആൻഡ് വർക്ക്. ഈ ലവ് ആൻഡ് വർക്ക് അത് വേറെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞില്ല, ഹി സ്റ്റോപ്ഡ് ഇറ്റ്, ദാറ്റ്സ് ഓൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ പ്രതികരണോടെ നിർത്തിയെന്നാ പറഞ്ഞു. അപ്പൊ അതേപ്പറ്റി പിന്നീട് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ രണ്ട് കാര്യങ്ങളാണ്. ലവ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈക്കോളജിക്കൽ മീനിങ്ങുകളോ മനോവിശകലനത്തിന്റെ തലങ്ങളിലൊന്നും നമ്മൾ പോകുന്നില്ല. എൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം എന്താ, നമ്മള് പരസ്പരമുള്ള മനുഷ്യരുടെ ബന്ധങ്ങളാണ്. ആ ഒരു റിലേറ്റഡ്നെസ് ആണ് ഹ്യൂമൻ ബീയിങ്സിന്റെ റിലേറ്റഡ്നെസ്, ഒരു മീനിങ് ഫുൾ ഇമോഷണൽ റിലേഷൻഷിപ്പ് വിച്ച് വി ക്രിയേറ്റ് ഇൻ അവർ ലൈഫ്സ്. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, പ്രണയവും പ്രവൃത്തിയും. പ്രണയം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയോടോ കാമുകനോടോ കാമുകിയോടോ തോന്നുന്ന ആ പ്രണയം മാത്രമല്ല, വ്യക്തി ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രണയം, അത് അതിൻ്റെ ഇഴകോർക്കുന്ന ഒരു ബന്ധം. ആൻഡ് പ്രവൃത്തി, ഇപ്പം പ്രണയവും പ്രവൃത്തിയും എന്ന് ഫ്രോയിഡിന്റെ വാക്കും. ജോലി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പലരും ഇപ്പൊ സ്ട്രെസ് മാനേജ്മെന്റ് ഒക്കെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു തുടക്കം തന്നെ ഈ ജോലി എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്ട്രെസ് ആണെന്നുള്ള ഒരു പ്രസംഷനിലാണ്. അതൊരു വലിയ അബദ്ധമാണ്. ജോലി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മാനസികാരോഗ്യത്തിന്റെ, ശമ്പളം കിട്ടുന്ന ജോലിയാണെങ്കിലും ശരി, ശമ്പളം ഇല്ലാതെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ജോലികളൊക്കെ ആണെങ്കിലും ശരി, ഡൂയിങ് ആൻ ആക്ടിവിറ്റി, അത് വലിയ റിവാർഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് സ്ട്രെസ് ജനറേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? അതിൻ്റെ ഒരു പ്രധാന കാരണം, പല കാരണങ്ങളുണ്ട് വരാം. ഒരാൾക്ക് ഒട്ടും ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു രംഗത്തേക്ക് ഒരാൾ അയാളുടെ പ്രവർത്തന മേഖലയിൽ ചെന്ന് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുക കഴിഞ്ഞ 28 വർഷമായി. അതിൽ ഏറ്റവും നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ചില ആൾക്കാർ വരും, പക്ഷെ അവർക്ക് ലീസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ ദിസ് പ്രൊഫഷൻ. ഈ ഒരു സെൻ കഥ കേട്ടിട്ടുണ്ട്. ഒരു സെൻ മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന സെൻ ഗുരുവിൻ്റെ അടുത്ത് ഒരു വളരെ എന്തൂസിയാസമുള്ള ഒരു സ്റ്റുഡൻറ് ചെല്ലുന്നു. അപ്പം അദ്ദേഹം ആദ്യത്തെ 2-3 മാസത്തെ കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് പരിശീലനം കഴിഞ്ഞ് ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ എത്ര നാളുകൊണ്ട് എനിക്ക് ഈ പരിശീലനം പൂർത്തിയാക്കാൻ പറ്റും? അപ്പോൾ ഈ സെൻ ഗുരു പറഞ്ഞു, ഒരു 10 വർഷമൊക്കെ എടുക്കുമായിരിക്കും ഇത് തീർക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശിഷ്യനത് പറഞ്ഞു, അങ്ങനെ 10 വർഷം വേണോ? ഞാൻ കുറച്ചുകൂടെ വേണമെങ്കിൽ എക്സ്ട്രാ ഇത് പരിശീലിക്കാം. ഇപ്പം ഞാൻ പരിശീലിക്കുന്ന 6 മണിക്കൂറിന് സമയം ഒരു 10 മണിക്കൂറോ 12 മണിക്കൂറോ പരിശീലിക്കാൻ ഞാൻ റെഡിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എത്ര നാൾ എടുക്കുമെന്ന് പറഞ്ഞു. ഗുരു ആലോചിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ 20 വർഷം എടുക്കുമെന്ന്. അപ്പം
കാരണം ഇത് സംഘടനകൾക്കെല്ലാം അതിൻ്റെതായൊരു സ്വാരസ്യമുണ്ടല്ലോ. അതിനകത്ത് വലിയൊരു ഇത് പലപ്പോഴും ഇതുപോലെയാണ്. നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ഈ നമ്മള് അടിച്ചു കയറ്റി വേണ്ട തലച്ചോറിലേക്ക്. MBBS കാര്യം പറഞ്ഞാൽ തന്നെ നേരത്തെ ഞാനും ജോബിയും ഇവിടെ ഇരിക്കുന്ന സീനിയർ ഡോക്ടർമാരും ഒക്കെ 18 മാസം കൊണ്ട് പഠിച്ച അനാറ്റമി ഇപ്പൊ എത്രയാണ്? 10 മാസം കൊണ്ടോ 9 മാസം കൊണ്ടോ അവർ പഠിക്കും. അത് വലിയ അത്രയ്ക്കൊന്നും വളർന്നിട്ടില്ല തലച്ചോറ്. ഈ കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് ടെക്നോളജി വളർന്നെങ്കിലും മനുഷ്യന്റെ ബ്രെയിൻ അതിന്റെ സ്പീഡൊക്കെ പഴയ രീതിയിലായിരിക്കും. നമ്മൾ സ്ലോ ഡൗൺ ചെയ്യാന്നുള്ളതാണ്. ഈ ഹെൻറി ഡേവിഡ് തോറോ നമുക്കറിയാം, മഹാത്മാഗാന്ധിയുടെ ഇൻസ്പിറേഷൻ ആയിരുന്ന ഹെൻറി ഡേവിഡ് തോറോ. അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് വാൽഡൻ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വലിയ സംഗതി, അതായത് 19th സെഞ്ചുറിയിലാണ് പറഞ്ഞത്. എങ്കിൽപ്പോലും ഇന്നത്തെ ജീവിതത്തില് ഈ അധികമായ സമ്മർദ്ദജന്യമായ സ്ട്രെസ് വരുന്നു, ആൾക്കാർ ബേൺഡ് ഔട്ട് ആവുന്നു, കരിയറിലും ജീവിതത്തിലും എല്ലാം വലിയ സമ്മർദ്ദങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പം വളരെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള, വായിക്കാനൊക്കെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു പുസ്തകമാണ് പോയി വാൽഡൻ വായിക്കാൻ എൻ്റെ ഡേവിഡ് തോറോ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ എടുത്ത് സിംപ്ലിഫിക്കേഷൻ ഓഫ് ലൈഫ്. ജീവിതത്തെ നമ്മൾ ആവശ്യമില്ലാതെ സങ്കീർണമാക്കിയിരിക്കുക. നമ്മുടെ ലൈഫ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ സംഭവമൊന്നുമല്ല. ഈ ഹോമോസാപ്പി എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ദശലക്ഷക്കണക്കിന് സ്പീഷീസിലൊന്നാണ്. ഈ പ്രപഞ്ചത്തിന്റെ അളവിൽ നമ്മുടെയൊക്കെ ലൈഫ് സ്പാൻ 60-80 വയസ്സൊക്കെ വളരെ ഒരു സ്പാർക്ക് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഇത്ര വലിയ സംഭവങ്ങളൊന്നുമില്ല. കാൽസാഗൻ പറഞ്ഞത് ഈ ഭൂമിയെ നോക്കിയിട്ട് പറഞ്ഞ എന്താ ടെലിസ്കോപ്പിന്റെ പേര് ഞാൻ മറന്നുപോയി. പെയിൽ ബ്ലൂ ഡോട്ട് ഓൺ ദ മിൽക്കി വേ. ആകാശഗംഗയിൽ ഒരു നേരിയ നീലപ്പൊട്ട്, അത്രേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ എഴുതുന്ന കാണിക്കുന്ന അഭ്യാസങ്ങൾക്കൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് ആവശ്യമില്ലാത്ത സമ്മർദ്ദങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തെ പറ്റി ഒക്കെ എല്ലാവരും അലസന്മാരാകണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അല്പം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണം, അല്പം കൂടെ നമ്മൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പോവുക. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ മാനസികാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന ഒരു കാര്യം, നേരത്തെ ഫ്രോയിഡ് പറഞ്ഞ പോലെ തന്നെ ബി കണക്റ്റഡ്. ഒറ്റപ്പെട്ട തുരുത്തുകളായിട്ട് പോകാനുള്ള ഒരു പ്രവണത ഒരുപാടുണ്ട്. അത് ആദ്യം നമ്മൾ ചെയ്തത് എന്താ, മതിലുകൾ. ഞാൻ വാർത്താനക്കാരൻ ഇവിടെ അടുത്തുള്ള നാട്ടുകാർ, പണ്ട് ഇതിലെ സ്കൂളോ ബസ്സൊന്നും ഇല്ലാതെ വഴിയൊക്കെ നടന്നു പോകുമായിരുന്നു. അപ്പൊ പോകുമ്പോൾ എപ്പോഴാണ് മെയിൻ റോഡ് വഴിയൊന്നുമല്ല പോകുന്നത്. നമുക്കറിയാം ഓരോ വീട്ടുകാരെ ആ പുരയിടും അതിനടുത്ത പുരയിടും അതിനപ്പുറം ചെല്ലുമ്പോൾ ഉള്ള കണ്ടോ ഒക്കെ ചാടി മറിഞ്ഞ് നമ്മളവിടെ ചെല്ലും. ഇന്ന് എങ്ങനെയാലും ഒരു വീട്ടിൽ നമുക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം മൊത്തം നമ്മൾ മതിൽ വെച്ച് കെട്ടി അടച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ മതിൽ മനസ്സിൽ കെട്ടി, പറമ്പിൽ കെട്ടി. ഇപ്പൊ നമ്മൾ മൊത്തം ഈ ഉപകരണങ്ങളൊക്കെ വന്നതോടുകൂടി വളരെ ഐസൊലേറ്റഡ് ആണ്, ഡിസ്കണക്റ്റഡ് ആണ്. മനുഷ്യന്റെ തലച്ചോറിന് ആ ഒരു വിച്ഛേദനം, ഒരു സോഷ്യൽ ഡിസ്കണക്ടിവിറ്റി വന്നതോടുകൂടി വലിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ചെറിയ കുട്ടികളെ നമ്മൾ കുറ്റം പറയുന്നത്. പക്ഷെ ചെറിയ കുട്ടികളുടെ മാത്രമല്ല, നമ്മൾ വന്നിരിക്കുന്നത് റീകണക്ട് ചെയ്യും. ഒരു വലിയ ദൗത്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. ടു ഗോ ആൻഡ് മീറ്റ് പീപ്പിൾ. ആൾക്കാരുമായിട്ട് പോകാനും കാണാനും നേരിട്ട് ഇടപെടാനും സംവദിക്കാനും. ഫോണിൽ വിളിച്ച് ഒരു മെസ്സേജ് അയച്ചുകൊണ്ട് അത് കണക്ഷൻ ഒരിക്കലും ആകത്തില്ല. മനുഷ്യന്റെ തലച്ചോറിലെ മിറർ ന്യൂറോണുകൾ, ദർപ്പണ കോശങ്ങള് ഫയർ ചെയ്യുന്ന എപ്പോഴാണ്? രണ്ടുപേരും അടുത്തിരുന്ന് സംസാരിക്കുമ്പോഴാണ്, അവരൊന്ന് ടച്ച് ചെയ്യുമ്പോഴാണ്, അവരൊന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ്. സോ ആ സോഷ്യൽ കണക്റ്റഡ്നെസ്. നാലാമത്തെ ഒരു കാര്യം മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രസന്റ് മൊമെന്റിൽ ഒന്ന് ജീവിക്കാൻ പഠിക്കും. നമ്മളെപ്പോഴും ജീവിക്കാൻ തോന്നി പാസ്റ്റില്ല അല്ല ഫ്യൂച്ചറില്ല. രാവിലെ ഒന്ന് കുളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രാവിലെ കുളിക്കുമ്പം ഇന്നലത്തെ കാര്യം ആലോചിക്കും, ഇന്ന് ഓഫീസിൽ ചെന്ന് ആർക്കിട്ടൊക്കെ പണി കൊടുക്കണമെന്ന് ആലോചിക്കും, ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ വെള്ളം ദേഹത്ത് വീഴുമ്പം ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഉത്തേജനം, ആ സ്പർശനം, ആ സെൻസറി സ്റ്റിമുലേഷൻ, സോപ്പൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കിന് ഹൗ വി ഫീൽ, ആ പ്രസന്റ് മൊമെന്റിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പം അത് കഴിഞ്ഞ് ഓടിച്ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ മുമ്പിലിരിക്കും, ഒന്നീ പത്രം കൈ കാണും, മൊബൈൽ കൈ കാണും. അവിടെ ഇരിക്കുന്ന ഭക്ഷണത്തിന്റെ മണവും അതൊന്ന് കാണാനും അതിന്റെ ഗന്ധം ഒന്ന് ആസ്വദിക്കാനും അതൊന്ന് റിലീസ് ചെയ്ത് അതൊന്ന് ഇറക്കി കഴിക്കുമ്പോഴും അതാണ് മൈൻഡ്ഫുൾനെസ്. അപ്പൊ ആ ഒരു മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ആ പ്രസന്റ് മൊമെന്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ഉടുപ്പെടുത്ത് ദേഹത്തിടുമ്പോൾ ഒരു സാരി എടുത്ത് അണിയുമ്പോഴത്തേന് ആ സാരിയുടെ കളറോ ഇത് കണ്ടിട്ട് അവൾ എന്നാ പറയുന്നുള്ളതല്ല, ഈ സാരി എന്റെ ദേഹത്ത് വന്ന് ചുറ്റുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതാണ് എക്സ്പീരിയൻസിങ് ദ പ്രസന്റ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു പ്രസന്റ് മൊമെന്റ് എക്സ്പീരിയൻസ് ചെയ്യുക, ഇത് നമ്മുടെ മാനസികാരോഗ്യത്തിന്
വലിയ രോഗാതുരതയൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2-3 കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഒന്ന്, വർക്ക്, ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുക. 2, നന്നായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യുക. 3-ാമത്തത്, ജീവിതത്തിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക, അതിനെ ഒന്ന് ലഘൂകരിക്കുക, സിമ്പിളാക്കുക. ആൻഡ് ഫൈനലി നമ്മൾ ചിന്തിക്കുന്നതിനകത്തുള്ള ഒരു യുക്തിപൂർവ്വം കാര്യങ്ങൾ ചിന്തിക്കാനായിട്ടുള്ള ഒരു പരിശീലനം. ഹ്യൂമർ സെൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വിറ്റാമിൻ പോലെയാണ് ഹ്യൂമർ. നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ചില വൈറ്റമിൻ ഡെഫിഷ്യൻസി വന്നാൽ നമ്മൾ എത്ര നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അത് അറിയും. എന്ന് പറഞ്ഞാൽ ഹ്യൂമർ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഒരു പോസിറ്റീവ് മെന്റൽ ഹെൽത്തിലെ 5-ാമത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് ഒരുപാട് സഹൃദയത്വ ഭാവം, തമാശകൾ പറയാനായിട്ടും മറ്റുള്ളവരെ കളിയാക്കുക എന്നുള്ളതല്ല, സ്വയം ഒന്ന് പരിഹസിക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് ഹ്യൂമർ. ആൻഡ് ഫൈനലി ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞതയുള്ള ഒരു മനസ്സ്, കൃതജ്ഞതയുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ തലച്ചോറിന് വളരെ നറിഷിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ തലച്ചോറിനെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ, മനസ്സ് നന്നാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട നല്ല ബന്ധങ്ങൾ, നല്ല ക്വാളിറ്റിയുള്ള ബന്ധങ്ങൾ, ഗുണമേന്മയുള്ള ബന്ധങ്ങൾ, പ്രായാധികമായ ബന്ധങ്ങൾ, അത് ഭാര്യയും ഭർത്താവും കുറച്ചാൾ ഒരുമിച്ച് ജീവിച്ച് കഴിയുമ്പോഴത്തേന് വിരസത വരും, ബോറടി വരും. പക്ഷേ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ മാത്രമല്ല, മറ്റ് ഔട്ട്സൈഡ് ദി ഫ്രണ്ട് സർക്കിളിലൊക്കെ ഉള്ള ക്വാളിറ്റിയുള്ള ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. ചെയ്യുന്ന ജോലിയെ നമ്മളൊന്ന് ഇഷ്ടപ്പെട്ട് ചെയ്യുക. ജീവിതത്തിൻ്റെ ഒരു പേസ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് പോകാനായിട്ട് നമ്മൾ ശീലിക്കുക. ലളിതമായിട്ടും ഒക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് പോവുക. ആൻഡ് കണക്റ്റഡ് ടു ദ മൊമെന്റ്, മൈൻഡ്ഫുൾ ആയിരിക്കുക. ഹ്യൂമർ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ആൻഡ് ഫൈനലി 6 പറഞ്ഞ 7-ാമത്തെ കൂടെ ഒരു നല്ല നമ്പർ 7ആണല്ലോ, കൂടെ പറഞ്ഞ് തീർക്കാം. 7-ാമത്തേന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസെൻഡൻസ്, ഒരു വിസ്മയിപ്പിക്കുന്ന മനസ്സ്, വിസ്മയിക്കുന്ന ഒരു അത്ഭുതം കൂടാനുള്ള ഒരു മനസ്സ്, ഒരു അതിശയം. ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പം കൊടുവരാറിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്നു പോകും. ഒരു ദിവസം പ്രായമുള്ള ഒരു മനുഷ്യൻ എന്നെ പിടിച്ച് നിർത്തിയിട്ട് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. എന്നെ അറിയത്തില്ല, നമ്മൾ കാണുന്നുണ്ടോ, ഇത് അവിടെ നോക്കാൻ പറഞ്ഞു. അവിടെ നോക്കിയപ്പോഴത്തേനാണ് അതിൽ ഒന്നാമതൊരു മഴവില്ല. അതവിടെ നടക്കുന്ന 5-8 പേര് നടക്കുന്നുണ്ട്, ആരും കണ്ടിട്ടില്ല. ഈ മനുഷ്യൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് നമ്മൾ കാണുന്ന നിമിഷം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് എന്താ? വിസ്മയമാണ്. അപ്പൊ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ അത് വിസ്മയിക്കാനുള്ള ഒരു കഴിയും. അത് മനുഷ്യനുള്ളതെന്നാണ് തോന്നുന്നത്. ഏതെങ്കിലും അതുവഴി ഒത്തിരി തെരുവുനായ്ക്കൾ അതുവഴി നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു തെരുവുനായ്ക്ക് ഈ മഴവില്ല കണ്ട് വിസ്മയിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ അപ്പം നമ്മൾ എന്ന് വിസ്മയിക്കുക, ചുറ്റുപാടുള്ള അത്ഭുതങ്ങളെയൊക്കെ നോക്കി വിസ്മയിക്കാനുള്ള ഒരു കഴിവ്. ഇതൊക്കെ ആണ് മാനസികാരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് പരിശീലിക്കാവുന്ന ചില കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അറിയാം, ഇതൊക്കെ ഒരു ബയോളജിയുടെ രീതി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ മനുഷ്യൻ എന്തെങ്കിലും കൂടുതൽ ഒരു തലച്ചോറിന്റെ മെച്ചം കൊണ്ട് വന്നിരിക്കുന്ന ചില സവിശേഷതകളല്ലാതെ മറ്റെന്തെങ്കിലും ഒരു മേന്മയോ സവിശേഷതയില്ല. നമ്മൾ ഇഫ് യു സ്പീക്ക് ഇൻ ദ സ്ട്രിക്റ്റ് ബയോളജിക്കൽ സെൻസ് അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ തലച്ചോറിന്റെ മസ്തിഷ്ക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞാൽ മറ്റേ ആനിമൽസിനൊന്നും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മളിപ്പം ലാസ്റ്റ് പറഞ്ഞൊരു കാര്യങ്ങൾ, ഇവൻ ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യം പറഞ്ഞു. മൃഗങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലേ? ഒരുപക്ഷെ മനുഷ്യനേക്കാളും ഗ്രാറ്റിറ്റ്യൂഡ്, വീട്ടിൽ പട്ടിയെ വളർത്തുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, മനുഷ്യന്റെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ എത്രയോ മടങ്ങാണ് ഒരു. അപ്പം പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ലാസ്റ്റ് നിർത്തിയ ഒരു കാര്യം എന്താ? ഈ വിസ്മയിക്കാനുള്ള ട്രാൻസെൻഡൻസ് എന്ന് പറയും. ട്രാൻസെൻഡൻസ് എന്ന് പറയുന്ന ഒരു സംഗതി മറ്റേതെങ്കിലും ജീവികൾക്കുള്ളതായിട്ട് പറയും. ഒരുപക്ഷെ ന്യൂറോബയോളജിക്കലി സ്പീക്ക്, ഇപ്പൊ ന്യൂറോ തിയോളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ബ്രാഞ്ചുകളൊക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ അവർ ഫോക്കസ് ചെയ്യുന്നത് ദി എബിലിറ്റി ഓഫ് ഹ്യൂമൻ മൈൻഡ് ടു ട്രാൻസെൻഡ്. സാധാരണ മറ്റേ ജന്തുക്കൾക്കൊക്കെ അവരുടെ ചിന്തകളൊക്കെ ഉണ്ടാവാം, മൃഗങ്ങൾക്കും ചിന്തകളുണ്ടാവാം, വികാരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്, പ്രതികരണങ്ങളും ഉണ്ട്. നമുക്ക് ഒബ്സർവ് ചെയ്യാം അവരുടെ വികാരങ്ങളെയും പ്രതികരണങ്ങളെയും. പക്ഷെ ചിന്തിക്കുന്നത് നമുക്ക് പലരുടെ മേലുമൊക്കെ നമ്മൾ സങ്കല്പിച്ചെഴുതുന്നല്ലാതെ ഒരു ജീവി എന്താ ചിന്തിക്കുന്നതെന്ന് നമുക്ക് പലപ്പോഴും പറയാൻ പറ്റുന്നില്ല. പക്ഷേ ദി എബിലിറ്റി ടു ട്രാൻസെൻഡ്, ആ ഒരു യൂണിവേഴ്സ്, പ്രപഞ്ചവുമായിട്ട്, പ്രപഞ്ചത്തിന്റെ സംവിധായകനുമായിട്ട്, ഈ പ്രപഞ്ചത്തിനെ ഒരു സൃഷ്ടാവും അതിനൊരു നിയന്ത്രണവും അതിനൊരു നിയന്താവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈവൻ എത്തിയിസ്റ്റുകളായിട്ടുള്ള ഫിസിസിസ്റ്റുകൾ പോലും അവർ തിയററ്റിക്കലി എഗ്രി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രപഞ്ചം രൂപപ്പെട്ടു വരണമെന്നുണ്ടെങ്കിൽ അല്ലെ മനുഷ്യന്റെ ഇപ്പോഴത്തെ ഒരു ഡയറക്ഷൻ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഡയറക്ഷൻ വരുമ്പോൾ there could be a master creator, there could be a super intelligence എന്നുള്ള ഒരു ലെവലിലേക്ക് മിക്കവാറും ഫിസിസിസ്റ്റുകളും എവല്യൂഷനിസ്റ്റുകളും പോലും
സമ്മതിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ നോക്കി വിസ്മയം കൊള്ളാനും അതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ എൻ്റെ ജീവിതത്തിൽ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ വായിക്കുന്ന ശീലമുണ്ടെങ്കിൽ പറയാൻ ഒരു നല്ല പുസ്തകമുണ്ട്, മാൻ സെർച്ച് ഫോർ ഹിസ് മീനിങ്. വിക്ടർ ഫ്രാങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്യാട്രിസ്റ്റ്, അദ്ദേഹം നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ ഭീകരതയൊക്കെ അതിജീവിച്ച ഒരു വ്യക്തിയാണ്. മാൻ സെർച്ച് ഫോർ മീനിങ് വായിച്ചിട്ടുള്ള ഇല്ലെങ്കിൽ അത് നെറ്റിൽ കിട്ടും, ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം. ചെറിയ പുസ്തകം, 10-100 പേജേ കാണുള്ളൂ. അതിലൊക്കെ വരുമ്പോഴത്തേക്കും അതൊരു വലിയ, എങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു മൃഗമാണെങ്കിൽ, ഒരു ആനിമൽ ആണെങ്കിൽ പോലും ഈ മാൻ സെർച്ച് ഫോർ മീനിങ്ങിന്റെ ഒരു പ്രധാന തീം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഫറിങ്ങുകളുടെ ഒക്കെ മീനിങ് എന്താണെന്നുള്ളതിന്റെ ഒരു അദ്ദേഹത്തിന്റെ ലൈഫിൽ കൂടെ ഒക്കെ വന്ന് അതിനെ ബേസ് ചെയ്തത് ഒരു തെറാപ്പി, ലോഗോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചികിത്സാ സങ്കേതം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്, വിക്ടർ ഫ്രാങ്കൽ. ജസ്റ്റ് അത് ഓർത്തെനിക്കുക, വിക്ടർ ഫ്രാങ്കൽ, മാൻ സെർച്ച് ഫോർ മീനിങ്. അപ്പൊ ഇതിനകത്തൊക്കെ ഇതിനുള്ള ഉത്തരങ്ങളുണ്ട്. ഇപ്പം ഫിസിക്സിലെ ഇപ്പൊ ക്വാണ്ടം ഫിസിക്സിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാര് അവരൊക്കെ ഈ പ്രപഞ്ചത്തെ പറ്റി, ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനത്തെ പറ്റിയൊക്കെ എഴുതി ചെല്ലുമ്പം അവസാനം എത്തി നിൽക്കുന്ന ആത്മീയതയുടെ ഒരു തലത്തിൽ. അപ്പം തീർച്ചയായിട്ടും നമ്മള് ബൈബിളിലോ ഖുറാനിലോ അല്ലെ ഹൈന്ദവ മതഗ്രന്ഥങ്ങളിലോ ഒക്കെ പറയുന്ന ചില കോൺക്രീറ്റ് ആയിട്ടുള്ള ചില വിശ്വാസ പ്രമാണങ്ങളോ ഒക്കെ അപ്പുറം അതിന്റെ ഒരു അബ്സ്ട്രാക്ട് തലത്തിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കിന് മനുഷ്യ തലച്ചോറിന്റെ തന്നെ ആത്മീയത വളരെ ഇൻഗ്രൈൻഡ് ആയിട്ടുണ്ട്. നീറ്റ്ഷെ പറയുന്നുണ്ട്, മനുഷ്യന്റെ തലച്ചോറിൽ there is a God shaped hole in the human brain എന്ന് പറയുന്നു. ദൈവത്തിന്റെ ആകൃതിയിലുള്ള ഒരു ശൂന്യത മനുഷ്യന്റെ തലച്ചോറിലുണ്ടെന്ന് എത്തിയിസ്റ്റായ നീറ്റ്ഷെ പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലായില്ലേ? എത്ര എത്തിയിസ്റ്റ് ആണെങ്കിലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തെ കൊണ്ട് മാത്രം, ദൈവസങ്കല്പത്തെ കൊണ്ട് മാത്രം ഫില്ല് ചെയ്യാൻ പറ്റാവുന്ന ചില കാര്യങ്ങളും മസ്തിഷ്ക പ്രവർത്തനത്തിലുണ്ടെന്ന് വളരെ ഭംഗിയായിട്ട് നീറ്റ്ഷയ്ക്ക് മാത്രം കഴിയുന്ന രീതിയിൽ അത് വളരെ ദൈക്ഷണികമായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതിന്റെ ചെറിയ തരത്തിൽ നമ്മൾ മരിച്ച ഒരാളുടെ ആത്മാവ് 40 ദിവസം ഇവിടെ കാണും, അതിനുശേഷം എന്താ പറയുക പർഗട്ടറിയിൽ പോകും, അങ്ങനെയുള്ള ഒരു കാറ്റഗറിസ്റ്റിക് ടീച്ചിങ്ങുകൾക്ക് അപ്പുറമായിട്ട് നമ്മൾ സ്പിരിച്വാലിറ്റിയെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന് സയൻസ് മനസ്സിലാക്കിയിരിക്കുന്ന ന്യൂറോ സയൻസുമായിട്ട് അത്ര പൊരുത്തപ്പെടാതെ പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. ദർ കുഡ് ബി നമ്മൾ ഒരു ഉയർന്ന തലത്തിൽ ട്രാൻസെൻഡൻസ് മൈൻഡ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ, അത് അതിൻ്റെ സ്പിരിച്വാലിറ്റിയുടെ തന്നെ ഒരു ഭാഗമാണെന്ന് നമുക്ക് ചിന്തിക്കാം. ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിക്ക് വളരെ അതീന്ദ്രിയ കഴിവുകളെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് അന്നത്തെ മന്ത്രിസഭയിലെ ചില മിനിസ്റ്റേഴ്സിനെയൊക്കെ തന്നെ അവർ ബോധ്യപ്പെടുത്തി. അന്ന് അവിടെ ഇരുന്ന് ആരോ ഒന്നിനോട് പറഞ്ഞത് അങ്ങനെ അങ്ങോട്ട് എൻഡോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മെഡിക്കൽ സയൻസിലെ 2-3 ആൾക്കാരെ കൂടെ ഒന്ന് വിളിച്ചപ്പോൾ ഞാനും ആ ഒരു പാനൽ ഉൾപ്പെട്ടത്. ഫോൾസ് ക്ലെയിമായിരുന്നു. അപ്പൊ അത് എപ്പോഴെങ്കിലും ഇങ്ങനെ വേറൊരാളുടെ മനസ്സ് വായിക്കാവുന്നോ അല്ലെ ഇവിടെ ഇരുന്ന് വേറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നോ ഒക്കെ പറയുന്നതല്ല, ഇൻഡിവിജ്വൽ ക്ലെയിംസ് എന്നുള്ളതല്ലാതെ അതിനൊന്നും വ്യക്തമായിട്ടുള്ളൊരു നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്കതൊരു തീർച്ചയായിട്ടും നിലവിലുള്ള തെളിവുകൾക്കനുസരിച്ചോ ഒന്നും നമുക്കൊന്നും പറയാനായിട്ടോ കൺക്ലൂഡ് ചെയ്യാനായിട്ടോ ഒന്നും സാധിക്കാത്ത ഒരു ഏറിയാണ്. ഇത് മാത്രമല്ല, അതിനെയൊക്കെ നമ്മൾ ചില ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിന്റെ പേരിൽ അതിനെ എൻഡോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വ്യാപകമായ ചൂഷണങ്ങളും തെറ്റിദ്ധരിപ്പിക്കലുകളും ഒക്കെ അതിന്റെ പേരിൽ നടത്തിയും കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒരിക്കലും ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഒരുപാട് അറിയാമല്ലോ, കേരളം ഇത്രയും പുരോഗമിച്ചെന്ന് പറഞ്ഞിട്ടും ഈ ഇതിന്റെയൊക്കെ പേരിൽ നടക്കുന്ന ചൂഷണം എന്ത് മാത്രമാണ്. അപ്പൊ അച്ഛനൊക്കെ ഉള്ളപടി അത് ചൂഷണം ഇൻഡിവിജ്വൽ ലെവലിൽ നടക്കുന്നത് പോട്ടെന്ന് വെക്കാം. പക്ഷെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റിലിജനും ചർച്ചും ഒക്കെ തന്നെ അതിനെ എൻഡോഴ്സ് ചെയ്യുന്നു. വളരെ ദയനീയവും പരിതാപകരവും അപലപനീയവും പൈശാചികവും നിന്ദ്യവും ആണ്. ഓജബോർഡൊക്കെ നമ്മൾ അറിയാമല്ലോ, ഓജബോർഡൊക്കെ വരുന്ന അതിങ്ങനെ അതൊക്കെ സജസ്റ്റബിലിറ്റി. ഇപ്പൊ ഒരാൾ ചെയ്യുന്നു, ആത്മാവ് നീക്കുന്നു എന്നൊക്കെ പറയുന്നില്ല. ഇപ്പൊ പെൺകുട്ടികളുടെ ഒക്കെ ഹോസ്റ്റലിലെ ഒരു എപ്പിഡമിക്കാണ് ഈ ഓജബോർഡ്. ഇടയ്ക്കിടയ്ക്ക് ഓജബോർഡിന്റെ എപ്പിഡമിക്ക് വരും. അതെല്ലാം പറയും മരിച്ചുപോയ സ്പിരിറ്റ് വരും. ഇത് സ്പിരിറ്റ് വരുന്നൊന്നുമല്ല, കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇത് നീക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ അത് സജസ്റ്റബിലിറ്റി. ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇന്നത് കാണുന്നുണ്ടോ ഇന്നത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ തലച്ചോറിന്റെ ഒരു പ്രത്യേകതയാണ് വേറൊരാളുടെ സ്വാധീനത്തിന് വഴങ്ങുക എന്നുള്ളത്. ഇപ്പൊ സ്റ്റേജ് മാജിക്കിലും ഒക്കെ പലപ്പോഴും കാണിക്കുന്നില്ല, സജസ്റ്റബിലിറ്റിയാണ്. അപ്പം അത്ഭുതരോഗ ശാന്തിയിൽ നടക്കുന്നത് പലപ്പോഴും ഇവിടെയാണ്. സജസ്റ്റബിലിറ്റി കൊണ്ടാണ്
ചിലത് തട്ടിപ്പാണ് ഭൂരിപക്ഷം, അല്ലാത്തത് സ്റ്റെബിലിറ്റി തുടങ്ങിയിട്ടുള്ള മാനസിക പ്രതിഭാസങ്ങൾ കൊണ്ടാണ് ചില രോഗങ്ങളൊക്കെ. പിന്നെ സൈക്കോസൊമാറ്റിക് എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ ഇല്ലാത്ത തലങ്ങളൊക്കെ കൽപ്പിച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സയൻസ്. അതാണ് അതേപ്പറ്റി പറയാം. ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഒരു കാലം മനസ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി പല വഴികൾ ആൾക്കാർ നോക്കി. ഒന്നാണ് ഈ നിഗൂഢ മനസ്സ്, ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, സ്വപ്നം, ഹിസ്റ്റീരിയ, സ്വപ്ന വിശകലനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊവൈഡിങ് കൺസെപ്റ്റ്. അപ്പൊ അത് മെഡിക്കൽ സയൻസുമായിട്ട് കാര്യം സിഗ്മണ്ട് ഫ്രോയിഡ് മെഡിക്കൽ പേഴ്സൺ ആണെങ്കിലും പരമ്പരാഗതമായ ഒരു മെഡിക്കൽ സയൻസിന്റെ രീതിയിലല്ല, അതൊരു തിയററ്റിക്കൽ ബേസിസിൽ ചില സങ്കല്പങ്ങളിൽ ഒരു ആശയ പ്രപഞ്ചം, ചില അഭ്യൂഹങ്ങളുടെ ഒക്കെ ബേസിസിൽ അദ്ദേഹം സൃഷ്ടിച്ച ഒരു പ്രപഞ്ചമാണ്. അതിന് സൈക്കോളജിയുടെ കൂട്ടത്തിൽ വരുന്ന പെരുമാറ്റം. അപ്പോൾ നമ്മളൊരു കാര്യം, നല്ല കാര്യം ചെയ്തു, വീട്ടിലെ ഒരാൾ നന്നായിട്ട് കുക്ക് ചെയ്തു, നമ്മളതിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ശരിയായില്ലെങ്കിലും നമ്മളെ ഗംഭീരമായിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു കുക്കിംഗ് പരീക്ഷണം നടക്കാൻ സാധ്യതയുണ്ട്, അല്ലേ? അപ്പം നമ്മുടെ പ്രോത്സാഹനങ്ങൾക്ക് അനുസരിച്ചിട്ട് ചില പെരുമാറ്റങ്ങൾ കൂടി വീഴുന്നു. അതേസമയം ചില കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് നിന്ന് പോകും. അതാണ് പെരുമാറ്റ ചികിത്സയുടെ അല്ലെങ്കിൽ ബിഹേവിയറിസത്തിന്റെ അടിസ്ഥാനം. അപ്പൊ അതും ശരീരശാസ്ത്രവുമായിട്ട് കുറച്ച് അത്ര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ വാക്കാണ് സൈക്കോളജി ഡെവലപ്പ് ചെയ്തു വന്നത്. അപ്പൊ ആ ഒരു ഘട്ടത്തില് മെഡിക്കൽ സയൻസ് ഇല്ലെങ്കിലും സൈക്കോളജിയുടേതായ രീതിയിൽ മനുഷ്യൻ്റെതായ പെരുമാറ്റത്തെ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി അതിനൊക്കെ സാധിക്കുമായിരുന്നു. കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് നമ്മുടെ ചിന്തിക്കുന്ന, നമ്മുടെ ചിന്തയിൽ വരുന്ന പോരായ്മകൾ, നമ്മുടെ ചിന്തയിൽ വരുന്ന ചില ഇല്ലോജിക്കൽ കാര്യങ്ങൾ, അപ്പൊ അതിനാണ് കോഗ്നിറ്റീവ് തെറാപ്പി. ഇങ്ങനെ 2-3 സങ്കേതങ്ങളുണ്ട്: സൈക്കോ അനാലിസിസ്, ബിഹേവിയറിസം, കോഗ്നിറ്റീവ് തെറാപ്പി. ഇതിനൊന്നും നമുക്ക് മെഡിക്കൽ സയൻസിന്റെ ഒരു ജ്ഞാനം അത്യാവശ്യമില്ല. ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് പോലും വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അവിടെ നമ്മൾ മാറി. 1970-80 ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല, മസ്തിഷ്കത്തിന്റെ പ്രോഡക്റ്റ് മൈൻഡ് വിത്തൗട്ട് എ ഫങ്ഷനിങ് പറയും. ഒരു പ്രവർത്തിക്കുന്ന തലച്ചോറിലാണ് മനസ്സ് രൂപപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ ആ തലച്ചോറിന്റെ ഉള്ളിലെ ഇലക്ട്രോഫിസിയോളജിക്കൽ ചേഞ്ചസ്, ആ സിഗ്നലിംഗ് സിസ്റ്റം, അല്ല അതിൽ നടക്കുന്ന കെമിസ്ട്രി, ഇതാണ് മനസ്സിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ബേസിസ്, ന്യൂറോ സയൻസിന്റെ ഒരു അടിസ്ഥാനം മനസ്സിന്റെ ഹേതുവായിട്ടും മാനസിക പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാനായിട്ടും വളരെ നിർണായകമായി വന്നു കഴിയുമ്പോൾ ഒരു മെഡിക്കൽ നോളജിന്റെ ബേസിസിലാണ് മനസ്സിനെ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇത്ര ഞാൻ ഒരു പശ്ചാത്തലം പറഞ്ഞിട്ട് എൻ്റെ വ്യത്യാസം പറയാം. ഇപ്പൊ സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി മെഡിക്കൽ ട്രെയിനിങ്, MBBS എങ്കിലും മിനിമം ഒരു ബേസിക് ട്രെയിനിങ് ഉള്ള ഒരു വ്യക്തി ഉപരിപഠനത്തിൽ കൂടി ബ്രെയിൻ സയൻസ് തന്നെ 2 രീതിയിലുണ്ട്: ന്യൂറോളജി ഉണ്ട്, സൈക്യാട്രി ഉണ്ട്. ന്യൂറോളജി പറയുമ്പോൾ സ്ട്രോക്ക് വരുന്നു, പാർക്കിൻസോണിസം വരുന്നു, അങ്ങനെ നമ്മുടെ ചലനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ന്യൂറോളജി. പക്ഷെ ചിന്തകളെ, വികാരങ്ങളെ, പെരുമാറ്റങ്ങൾ അങ്ങനെ വരുന്ന തലച്ചോറിന്റെ മെന്റൽ ഫങ്ഷൻസാണ് സൈക്യാട്രി കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു മെഡിക്കൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഈ മനസ്സിനെ പഠിക്കുകയും അതിന്റെ കൂടെ പരമ്പരാഗതമായ സൈക്കോളജിക്കൽ സബ്ജക്റ്റുകൾ പഠിക്കുകയും അതിനെ ബേസ് ചെയ്ത് സൈക്കോതെറാപ്പി പഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഒരു സൈക്യാട്രിസ്റ്റിന്റെ രൂപപ്പെടൽ, ഒരു ഫോർമേഷനിലുള്ള ഒരു കാര്യം. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് തന്നെ ചികിത്സയുടെ കാര്യത്തിൽ വരുമ്പോഴും മേജർ മെന്റൽ ഡിസോർഡർ, സ്കിസോഫ്രീനിയ, ബൈപ്പോളർ ഡിസോർഡർ, സിവിയർ ഡിപ്രഷൻ, OCD തുടങ്ങിയിട്ടുള്ള തലച്ചോറിൻ്റെമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന രോഗങ്ങൾ ചികിത്സിക്കാനായിട്ട് ഒരു സൈക്യാട്രിസ്റ്റിന്റെ എക്സ്പെർട്ടൈസ് ഉണ്ടായാലേ പറ്റുള്ളൂ. അതേസമയം സ്ട്രെസ് റെസ്പോൺസുകൾ, നമുക്ക് നിത്യജീവിതത്തിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ് പ്രോബ്ലംസ്, വ്യക്തിബന്ധങ്ങൾ, ഇന്റർപേഴ്സണൽ പ്രോബ്ലംസ്, അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾക്ക് വരുമ്പോൾ അവിടെ ഒരു മെഡിക്കൽ നോളജ് അത്യന്താപേക്ഷിതമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സൈക്കോ അനാലിറ്റിക്, ബിഹേവിയർ, കോഗ്നിറ്റീവ് അങ്ങനെ വരുന്ന ആ മേഖലകളിൽ ശരിയായ പരിശീലനം കിട്ടിയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, അക്കാഡമിക് ആയിട്ട് വരുന്ന ഒരു MA സൈക്കോളജി, MSc സൈക്കോളജി കൊണ്ടൊരു ചികിത്സയ്ക്ക് പ്രാപ്തി വരുന്നില്ല. ഒരു MPhil ക്ലിനിക്കൽ സൈക്കോളജി, PhD ക്ലിനിക്കൽ സൈക്കോളജി വരുന്ന ഒരു വ്യക്തികൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു പ്രാപ്തി അവർക്കുണ്ട്, അതിനുള്ള ട്രെയിനിങ് അവർക്കുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞത്. പക്ഷെ ഇതിപ്പോ നമുക്കൊരു ആങ്സൈറ്റി വരുന്നു, വിഷാദം വരുന്നു, ഇങ്ങനെ വരുമ്പോൾ ആരെ സമീപിക്കണം എന്നുള്ള കാര്യത്തില് അതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാവും. മേജർ മെന്റൽ ഡിസോർഡേഴ്സ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും സൈക്യാട്രിസ്റ്റ് ആണ് കൈകാര്യം ചെയ്യേണ്ടത്. So-called minor problems like mild anxiety, mild depression, interpersonal problems, adjustment problems, stress related problems ഒക്കെ വരുമ്പോൾ
ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം മതി അവിടെ, അത് അപ്രോപ്രിയേറ്റ് ആയിരിക്കും. പക്ഷെ പലപ്പോഴും നമുക്ക് ഇത് എന്താണ് പ്രശ്നമെന്ന് ഒരാൾക്ക് മനസ്സിലാകാതെ ഇവർ രണ്ടുപേരും ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ്, ആരെ സമീപിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് പ്രോപ്പർലി ട്രെയിൻ ദേ വിൽ ഐഡന്റിഫൈ ആൻഡ് മേക്ക് ക്രോസ് റെഫറൻസസ്. പറ്റാൻ സാധിക്കത്തില്ല. സൈക്കോളജിസ്റ്റ് MBBS പാസ്സായി മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഔഷധ ചികിത്സയ്ക്കുള്ള ഇതുള്ളൂ. അപ്പം നമ്മുടെ നാട്ടിൽ നിർഭാഗ്യവശാല് അങ്ങനെയൊക്കെ കുറച്ച്, നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട് ഈ ഒരു ആശയക്കുഴപ്പമുണ്ട്. അവിടെ ഒരു മത്സരത്തിന്റെ ഒന്നും ആവശ്യമില്ല, അതൊരു കോംപ്ലിമെന്ററി ആണ്, ഒരു ടീം കൺസെപ്റ്റിലാണ് ജോബി ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അവിടെ ഈ വർക്കേഴ്സ് എ ടീം. ഇപ്പൊ ഈ മേജർ മെന്റൽ ഡിസോർഡർ ഒക്കെ വരുമ്പോൾ ആ ടീം ലീഡർ സൈക്യാട്രിസ്റ്റ് ആയിട്ട് തന്നെ പോകും. പക്ഷെ അല്ലാതെ വരുന്ന ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ സൈക്യാട്രിസ്റ്റുമായിട്ട് അവർ ഡിസ്കസ് ചെയ്യും. പക്ഷെ അത് സൈക്കോതെറാപ്പി ഒക്കെ കൂടുതലും സൈക്കോളജിസ്റ്റ് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടീം അപ്രോച്ചിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ദി ഐഡിയൽ സിറ്റുവേഷൻ. മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് only prerogative of the psychiatrist. ഒരു സംശയം ചോദിക്കട്ടെ. അവിടെ നിന്ന് ആദ്യം ഒരാൾ നേരത്തെ ചില സ്റ്റുഡൻസ് ഈ റാഗിങ് ആ പ്രവർത്തനം ചെയ്യുന്നത് എന്തുകൊണ്ട്, അതിന്റെ റീസൺ എന്താണ്? നമുക്ക് അതിനെ കുറിച്ച് ഞാൻ പറയാം. ഒന്നാമത്തെ റാഗിങ് എന്ന് പറഞ്ഞാൽ ഒരു ആന്റി സോഷ്യൽ ആക്ടിവിറ്റിയാണ്. നമുക്ക് അങ്ങനെ ക്രിമിനൽ പ്രവൃത്തിയാണത്. എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യം. ഒന്ന്, ആന്റി സോഷ്യൽ ട്രൈറ്റുകൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവണത നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ചെറുതും വലുതായിട്ടുണ്ട്. ചില ആൾക്കാർക്ക് അത് വളരെ കൂടുതലായിരിക്കും. റഫായിട്ടൊരു കണക്ക് പറഞ്ഞത് 100 പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരു 3, 4, 5 പേർക്ക് ഈ സാമൂഹ്യ വിരുദ്ധ പ്രവണതകളുള്ളവരുണ്ട്. മറ്റൊരാളെ ഉപദ്രവിക്കുക, അവന്റെ ദുഃഖത്തിൽ സന്തോഷം കണ്ടെത്തുക തുടങ്ങിയിട്ടുള്ള പ്രവണതകളുള്ളവര് ശക്തമായിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അതിന് പറ്റിയ ഒരു അന്തരീക്ഷം കൂടെ കിട്ടിക്കഴിയുമ്പോൾ അവിടെ ഒരു സൂപ്പർവിഷൻ ഇല്ല, അവിടെ നിയന്ത്രണമില്ല എന്നുള്ള ഇതിന്റെ ഈ 2 കോമ്പിനേഷൻ കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കിനാണ് ഈ ഒരു പീഡനം നടക്കുന്ന ഒരു കാര്യം. അപ്പൊ അതിന് തീർച്ചയായിട്ടും നമ്മള് ഒരു ക്രൈമായിട്ട് തന്നെയാണ് കാണേണ്ടത്. മാനസിക രോഗം അല്ല, ഇത് ക്രൈമാണ്. ക്രൈം ഒരു കമ്മിറ്റ് ചെയ്തിട്ട് എനിക്കതൊരു മാനസിക രോഗം എന്ന് പറയുന്നത് അതൊരിക്കലും അതൊരു സയൻസ് അതിനെ അംഗീകരിക്കോ, അങ്ങനെ ഒരു ലീഗൽ ഇമ്മ്യൂണിറ്റി അതിനകത്ത് ലോയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതാകുന്നില്ല. ഈവൻ മെന്റൽ ഡിസോർഡർ ഉള്ളവർ പോലും ഒരു ക്രൈം കാണിച്ചു കഴിഞ്ഞാലും റെസ്പോൺസിബിലിറ്റി ഈസ് ദയർ. അതൊരു ഡിമിനിഷ് റെസ്പോൺസിബിലിറ്റി ഇല്ലാതൊക്കെ വരുന്ന കോടതിയിൽ വാദിച്ച് തെളിയിച്ച് ചുരുക്കം ചില കേസുകൾ മാത്രമേ ലോയേഴ്സ് ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ, അറിയാം, കുറച്ച് അങ്ങനെ കിട്ടുള്ളൂ. അപ്പൊ ഇതെല്ലാം അതൊരു കഷ്ടമാണ്. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു എന്താ പറയുക ആന്റി സോഷ്യൽ ക്രൈം കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരുടെയും പ്രതികരണം ഇതെല്ലാം മാനസിക രോഗമാണ്, ഇതെല്ലാം ഇത്തരം മാനസിക രോഗികളെ വെച്ചോണ്ടിരിക്കാവോ. അതൊരു വലിയ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. മാനസിക രോഗം നമുക്ക് ആർക്കും വരാം. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ 12% ആൾക്കാർക്ക് മെന്റൽ ഡിസോർഡർ ഉണ്ട്. അത് വിസിബിൾ ആകുന്നത് എപ്പോഴും അവരൊരു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വന്ന് ചീട്ടെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചീട്ടെടുക്കാത്ത മാനസിക രോഗങ്ങൾ ഉള്ള ഒരാൾ നമ്മൾ കൂടുതൽ വരും ഇവിടെ ഇരിക്കുന്നത്. ചീട്ടെടുത്തിട്ടില്ല മറ്റു കുഴപ്പമുണ്ട്. അതിനകത്തൊരു മോശമില്ല. നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഡയബറ്റീസ് ഉണ്ടെന്ന് പറയുന്ന പോലെ മാത്രമുള്ള ഡിപ്രഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ തലച്ചോറിലെ ആ വൈകാരിക സന്തുലിതം അതിനവിടെ ഒരു തകരാറ് നമുക്ക് വിഷാദം ആർക്കും വരാം, ഇവിടെ ഇരിക്കുന്ന ആർക്കും വരാം, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വരാം. അപ്പൊ അതിനെ മാനസിക രോഗികൾ എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരു കോടതിയെ കാണിച്ചു, ഒരു കുറ്റകൃത്യം കാണിച്ചു കഴിഞ്ഞാൽ ഇത്തരം മാനസിക രോഗികൾ, അത് ആ മാനസിക രോഗത്തിന്റെ സ്റ്റിഗ്മ വർദ്ധിപ്പിക്കുന്ന ഒഴിവാക്കേണ്ട പദപ്രയോഗങ്ങളാണ്. അത് പദപ്രയോഗം പോലും തെറ്റാണ്. അതൊക്കെ സാമൂഹ്യ വിരുദ്ധമായ ഒരു മനസ്സുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വളർന്ന് അന്തരിക്കാൻ പറ്റിയ എല്ലാ അന്തരീക്ഷവും നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ പറഞ്ഞു, ശരി ചോറിൽ കയ്യിലെടുത്തോളം പറഞ്ഞില്ലേ, ഇത് എത്രയോ നാളായിട്ട് എല്ലാവരും ബോധമുള്ളവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അധ്യാപകരുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം പോയി, പേരൻസിന്റെ നിയന്ത്രണം പോയി. അപ്പൊ ഈ ആന്റി സോഷ്യൽ ഇത് ഒന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കും. ഹോസ്റ്റലിന് നിയന്ത്രണമില്ല, ഒരു നിയമം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. ഹോസ്റ്റലിൽ 9 മണിയാകുമ്പോൾ കുട്ടികളെ അകത്ത് കയറണമെന്ന് ഒരു നിയമം കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. നിയമം കൊണ്ടുവന്ന ഉടനെ അടുത്ത ദിവസം കോടതി കൊണ്ടുവന്ന് കേസ് കൊടുക്കും. കോടതി വിധിക്കും 24 മണിക്കൂർ ലേഡീസ് ഹോസ്റ്റൽ മൊത്തം തുറന്നു വെച്ചോളാൻ പറയും. അവിടെ സ്വിഗ്ഗിയും സൊമാറ്റോയും ഉള്ള ആൾക്കാർ 1 മണിക്കും 2 മണിക്കും കുട്ടികളുടെ റൂമിൽ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യും. ഇതിന്റെ കൂടെ എന്തൊക്കെ ചെല്ലുന്നുണ്ടെന്ന് ആരും മോണിറ്റർ ചെയ്യും. നിങ്ങൾക്ക് പരമാവധി വേണമെന്നുണ്ടെങ്കിൽ അവിടെ രജിസ്റ്റർ എഴുതി വെച്ചു, പുറത്തൊരു ക്യാമറയും വെച്ചു. അത്ര നിയന്ത്രണം മതി എന്ന് നമ്മുടെ നേതൃത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിടത്തൊന്നും ആ ഒരു അഴിച്ചുവിടലിലാണ് ഈ ആന്റി സോഷ്യൽ മനസ്ഥിതി ഇവിടെ ഇത്രയും വ്യാപിച്ച് ഇപ്പോൾ ഈ കുടത്തിൽ നിന്ന് ഭൂതം പുറത്തു പോയിട്ട് തിരിച്ചു കയറ്റാൻ നോക്കുന്നവരെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം.
അതൊരു വലിയ ദുരവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് ഈ റാഗിങ്ങിന്റെ കാര്യത്തിലൊക്കെ റാഗിങ് മാത്രമല്ല, മറ്റേത് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിനെ മാനസിക രോഗത്തിന്റെ ലെവലൊന്നും ഒട്ടിക്കരുത്. അത് ക്രൈമാണ്, യാതൊരു ദാക്ഷിണ്യവും പാടില്ല. അതിന് ആ രീതിയിൽ തന്നെ ഇതിനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ സൈക്കാട്രിക് ട്രീറ്റ്മെന്റിലെ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധാരണ എന്തെങ്കിലും അസുഖം വരുന്നത് പോലെ ഇതിനൊരു കോഴ്സ് ഓഫ് മെഡിസിൻ കൊടുത്തിട്ട് മാറ്റാൻ പറ്റുമോ, അതോ അത് ലൈഫ് ലോങ് തന്നെ കൊടുക്കണോ? അതിന്റെ സൈഡ് എഫക്ട്സ് എന്താണ്? പലതും പലതായിട്ട് ഡിപ്രഷനുള്ള മരുന്ന് കഴിച്ചാൽ സൈഡ് എഫക്ട്സ് ആണ്. ഇപ്പോൾ ഡോക്ടറുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് അതിനെ നമുക്ക്? തീർച്ചയായും അത് ഡിപ്പെൻസ്. ചില കാര്യങ്ങൾ ഡിപ്പെൻസ് ഓൺ വാട്ട് യു ആർ ട്രീറ്റിംഗ്. ചിലതരം തയ്യാറുകൾ ഇപ്പം നമ്മളൊരു മെഡിക്കൽ സയൻസിൽ നിന്ന് ഒരു കമ്പാരിസൺ എടുക്കുക. ഇപ്പോൾ ഒരാൾക്ക് പ്രമേഹം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ്. രക്തസമ്മർദ്ദം വന്നാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാവുന്ന രോഗങ്ങൾ മെഡിക്കൽ സയൻസിൽ ഏതാ? തന്നെ മാറുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്ന രോഗങ്ങൾ. എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടോ വരുന്ന രോഗങ്ങളും തന്നെ മാറുന്ന രോഗങ്ങളും മാത്രമേ പൂർണ്ണമായിട്ട് ഒരു കോഴ്സ് ചികിത്സ കൊണ്ട് മാറുള്ളൂ. ആസ്മ എടുക്കുക, ആസ്മ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? മൈഗ്രെയിൻ ഇല്ല, ഒത്തിരി പേര് കാണും. ആസ്മ ഉള്ളത് ഇതെല്ലാം നമ്മുടെ സിസ്റ്റം തകരാറുകളാണ്. ആ സിസ്റ്റം ഡിസോർഡറുകൾ വരുമ്പോൾ നമ്മൾ കാലാകാലങ്ങളിൽ അത് ചിലപ്പം കൂടിയെന്ന് വരും, ചിലപ്പോൾ അത് ശമനം ഉണ്ടായിരുന്നിരിക്കും. അത് മോണിറ്റർ ചെയ്ത് അത് ആ ശമനം വരും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഡിപ്രഷൻ ആണെങ്കിൽ ഒരു 6 to 9 months 1 year കൊണ്ടൊക്കെ ശമനം വരും. അപ്പോൾ അത് കഴിയുമ്പോൾ അതിൻ്റെ മെഡിസിൻസ് ടേപ്പർ ഓഫ് ചെയ്ത് നിർത്താൻ പറ്റും. പക്ഷേ ആവർത്തന സാധ്യത ഉണ്ടാവാം. ആവർത്തനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഏർലി ഐഡന്റിഫൈ ചെയ്ത് മൾട്ടിപ്പിൾ റിലാപ്സ് വരികയാണെങ്കിൽ പ്രോബ്ലി നമുക്കൊരു ലോങ് ടൈം ബേസിസിൽ ഇപ്പം പ്രഷറിനോ ഷുഗറിനോ ഒക്കെ മരുന്ന് കഴിക്കുന്ന പോലെ നമ്മൾ ചെയ്യേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു പൊതുതത്വം ഞാൻ പറഞ്ഞത്. പക്ഷേ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചില കേസുകൾ നമ്മൾ അതനുസരിച്ച് ഓരോ വ്യക്തിയുടെയും പ്രത്യേകതകൾ കണക്കിലാക്കി ചെയ്യണം. പിന്നെ സൈഡ് എഫക്ട്സിനെ പറ്റി പറഞ്ഞു. നമുക്ക് ഈ പാർശ്വഫലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യസന്ധമായിട്ട് തുറന്ന് പറയുക എന്നുള്ളത് സയൻസിന്റെ ഒരു അടിസ്ഥാന തത്വമാണ്. പക്ഷെ എപ്പോഴും ഒരു മെഡിസിൻ അപ്രൂവ് ചെയ്ത് വരുന്നത് ഇതിനെപ്പറ്റിയുള്ള ഈ ഗുണദോഷ വിചാരം phase 1, phase 2, phase 3 എന്നൊക്കെ പറഞ്ഞ പല രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടാണ് ഇത് പുറത്ത്. അപ്പോൾ ഇന്ന പാർശ്വഫലങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ അംഗീകരിച്ചും അറിഞ്ഞിട്ടും വേണം നമ്മളൊരു മെഡിസിൻസ് ഉപയോഗിക്കാനായിട്ട്. പക്ഷേ ദ ജനറൽ പ്രിൻസിപ്പിൾ സീസ് ദാറ്റ് ബെനിഫിറ്റ്സ് ആർ ഫാർ ഔട്ട്വെയിങ് ദി അഡ്വേഴ്സ് എഫക്ട്സ് ഓർ സൈഡ് എഫക്ട്സ്. നമുക്ക് പ്രയോജനങ്ങൾ ആ മെഡിസിൻ കഴിക്കുമ്പോൾ അതുകൊണ്ടുവരുന്ന പ്രയോജനങ്ങൾ ക്ലാസിന്റെ ഒരു തട്ടിൽ വെക്കുകയും അതുകൊണ്ട് വരുന്ന അഡ്വേഴ്സ് എഫക്റ്റുകൾ മറുവശത്ത് വയ്ക്കുകയും ചെയ്യുമ്പോൾ ഇത് തമ്മിൽ തുല്യമായി നിൽക്കുന്നെങ്കിൽ അങ്ങനെ ഒരു മെഡിസിൻ ഒരിക്കലും അംഗീകാരം കിട്ടത്തില്ല, അത് മാർക്കറ്റിൽ വരത്തില്ല, അത് ഒരു ഡോക്ടറും പ്രിസ്ക്രൈബ് ചെയ്യത്തില്ല. പിന്നെ അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു റിസ്ക് ബെനിഫിറ്റ് അനാലിസിസ് നടത്തും. ഡോക്ടറുടെ മനസ്സിൽ എപ്പോഴും ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നതിന് മുമ്പേ ഒരു ഡോക്ടറുടെ മനസ്സിൽ വരുന്ന ഒരു പ്രക്രിയയാണ് ഇതിന്റെ ബെനിഫിറ്റും റിസ്ക്കും. അപ്പോൾ ആ ബെനിഫിറ്റുകൾ ഔട്ട്വേ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ റിസ്ക് ഉണ്ടെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞ് അത് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഓവറോൾ ബെനിഫിറ്റ് ഉണ്ടെങ്കിലാണ് ചെയ്യുന്നത്.